ഓക്കെ മണി. അപ്പം ഒന്ന് ചെറിയൊരു ആദ്യം ഒരു ചെറിയൊരു ബ്രീഫായിട്ടൊന്ന് മണിയെ കുറിച്ച് പറയും. ഓക്കെ, ഓക്കെ. ഞാന് അബൌട്ട് ഇപ്പോ ബിസിനസ്. അറിയുന്ന പോലെ തന്നെ ഞാൻ ബേസിക്കലി IT പ്രൊഫഷണൽ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 2010 പത്തിൽ മണി കയറി. മണി അവിടെ രണ്ട് സ്ക്രീൻ ആണോ? ഞാൻ രണ്ട് സ്ക്രീനാണ്, കാരണം ഞാനത് ലാപ്ടോപ്പിന്റെ ഇതാണ് നോക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ മണി എന്നെയല്ല നോക്കുന്നത്. അല്ല, അതെന്താ വെച്ചാല് ആ സ്ക്രീന് ഒരു പ്രശ്നമായിട്ട് കിടക്കുക, ക്യാമറ ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ്. ഓക്കെ. പറയൂ മണി. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. മതി മതി. അപ്പോ 2010-ലാണ് ഞാൻ ജസ്റ്റ് കയറിയത്, IT കയറിയതാണ്. അപ്പോ എപ്പോഴാ? 2000-ലാ? 2010-ല്. ഓക്കെ. ഓക്കെ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങ് നമ്മളൊരു അബുദാബി ബേസ്ഡ് കമ്പനി ആയിരുന്നു, നാട്ടിൽ തന്നെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിൽ തന്നെ. നിങ്ങളെവിടെ സ്ഥലം? ഞാൻ മലപ്പുറം എടപ്പാള്. ഓക്കെ. എടപ്പാൾ തന്നെയാണ് ബിസിനസ് എല്ലാം എടപ്പാൾ തന്നെയല്ലേ? ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതൊക്കെ എടപ്പാള് തന്നെയാണ്. ഓക്കെ. നമ്മളിപ്പോ IT കമ്പനി എവിടെയായിരുന്നു? എവിടെയാ? IT കമ്പനി എവിടെയായിരുന്നു? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു അബുദാബി ബേസ്ഡ് കമ്പനി ആയിരുന്നു, പക്ഷെ അത് നാട്ടിൽ തന്നെ ആയിരുന്നു. നമുക്ക് വർക്ക് ഉണ്ടായിരുന്നത്, വർക്ക് ഫ്രം ഹോം ആയിരുന്നു മൊത്തം. അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഒരു 3 വർഷം അവിടെ വർക്ക് ചെയ്തു. ശേഷം ഞാൻ നേരെ കൊച്ചിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉം. അപ്പോൾ അവിടെ കൊച്ചിയിൽ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്ത ഒരു നെസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ 3 വർഷം കഴിഞ്ഞപ്പോൾ കയറിയത്. ഈ കൊച്ചിയിലെ നെസ്റ്റിലാണോ? കൊച്ചിയിലെ നെസ്റ്റ്. ഓക്കെ. NEST. NEST. അപ്പൊ അവിടെ ഓക്കെ. കയറി, അത് കഴിഞ്ഞു. അവിടുന്ന് ഏകദേശം ഒരു 4.5 വർഷം അവിടെ വർക്ക് ചെയ്തു. ആ കമ്പനി തന്നെ, അവിടെ തന്നെ പല ക്ലയന്റുമായിട്ട് GE, അതേപോലെ തന്നെ ബെക്കലൂസ്, പല പല ക്ലയന്റുമായിട്ടായിരുന്നു അവിടെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ആയിരുന്നു. അവിടുന്ന് പിന്നെ ഏകദേശം 4.5 വർഷം കഴിഞ്ഞപ്പോൾ നേരെ UST-യിൽ പോയി, UST ഗ്ലോബലിൽ. ഓക്കെ. USD ഗ്ലോബൽ അല്ലേ? ഓക്കെ. അവിടെ വർക്ക് ചെയ്തു. അവിടെ പല US ക്ലയന്റ്, ക്യുഫാക്സ്, അതേപോലെ തന്നെ പല ക്ലയന്റിലും വർക്ക് ചെയ്തു. അവിടെ നിന്ന് പിന്നെ വീണ്ടും തിരിച്ച് എന്നെ നെസ്റ്റിലേക്ക് എന്നെ വീണ്ടും വിളിച്ചു, കാരണം അവിടെ ഒരു പ്രൊജക്ട്, ജിയുടെ പ്രൊജക്ട് വന്നപ്പോൾ ഉം. നമ്മൾ അതിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളത് കാരണം അവിടെ നിന്ന് വീണ്ടും എന്നെ വിളി വന്നു. ഉം. അപ്പൊ തിരിച്ച് നെസ്റ്റിലേക്ക് തന്നെ പോയി. അവിടെ ഉം. ഒരു ഏകദേശം ഒരു ഒന്നേ മുക്കാ 2 വർഷത്തിന്റെ അടുത്ത് ആയി. ഉം. അവിടെ GE തന്നെയായിരുന്നു. പിന്നെ ശേഷം ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട്, കൊളീഗ്സ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യയിലെ കുറച്ച് ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിച്ചു. അപ്പൊ അവിടെ ജസ്റ്റ് അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടേക്ക് കയറി. ഉം. അത് മൊത്തം വർക്ക് ഫ്രം ഹോം ആയിരുന്നു, കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് പിന്നെ വർക്ക് ഫ്രം ഹോമിന്റെ പരിധിയിലാണ് എല്ലാം ഉണ്ടായത്. ഉം. ഉം. അപ്പൊ ഓക്കെ. പിന്നെ അത് അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ അവിടെ ആയിരുന്നു ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. ഉം. അവിടെ അപ്പോ പുള്ളി അവിടുത്തെ അവിടെയായിരുന്നു മൊത്തം പ്രോജക്റ്റ് അവിടെയായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതും ഉം. വീട്ടിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പൊ ഓക്കെ. അതിന്റെ കൂടെ ഏകദേശം ഒരു 2018-ലായിരുന്നു ഞാൻ എൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു ബ്രാൻഡ് വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ, എന്തെങ്കിലും ഒരു ബിസിനസ് വേണം എന്നുള്ള ലെവലിൽ 2018-ലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. 2018 അല്ലേ? ഉം. 2018. അപ്പൊ അതൊരു ബ്രാൻഡ് ചെയ്തു. ഒരു ബ്രാൻഡ് നമ്മൾ എടുത്തു. അതിന്റെ താഴെ നമുക്കൊരു ഒരു പ്രൊഡക്റ്റ്, ഇഡ്ഡലി ദോശ ബാറ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു അപ്പോൾ ഞാനും എൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അത് തുടങ്ങിയത്, ആ ഒരു ബിസിനസ്. ഉം. ബേസ് അവിടെ ഉള്ളതുകൊണ്ട് കൊച്ചിയിലുണ്ടായിരുന്നു 7 വർഷത്തോളം. പക്ഷെ എന്നാൽ പോലും നമ്മൾ ബേസ് നാട്ടിലായതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് തുടക്കത്തിൽ ഏകദേശം എന്തൊക്കെയായിരുന്നു? ഒരു ഐറ്റം മാത്രമായിരുന്നു, ഇഡ്ഡലി ദോശ ബാറ്റർ മാത്രമായിരുന്നു. ഏതായിരുന്നു? ഇഡ്ഡലി ദോശ ബാറ്റർ. ബാറ്റർ മാത്രമായിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ അത് ഉം. കുഴപ്പമില്ലാതെ പോയി. പിന്നെ 2 ഫ്ലഡ് വന്നു. പിന്നെ കൊറോണ വന്നതോടുകൂടി ജസ്റ്റ് നമ്മളെ ഉദ്ദേശ കാര്യങ്ങളൊന്നും നടന്നില്ല, കാരണം പലതരത്തിലുള്ള ബ്ലോക്കുകൾ വന്നു. ഉം. പിന്നെ നമ്മൾ പല ഐറ്റംസുകളും സ്നാക്സുകളായിട്ടൊക്കെ പരീക്ഷിച്ച് നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ഉം. പാർട്ട്ണർ പിന്നെ കൊറോണ ടൈമിൽ പിന്നെ നിർത്താം എന്നുള്ള തീരുമാനത്തിലായി. പക്ഷെ ഞാൻ ഉം. എന്തോ, എനിക്കും അങ്ങനെ നിർത്താൻ തോന്നിയില്ല. ഉം. ഞാൻ വെറുതെ കൊണ്ടുപോയി നിർത്താതെ. ആവശ്യമുള്ളവർക്ക് മാത്രമായിട്ടൊരു ബിസിനസ് നല്ല, കാരണം നമുക്കിപ്പോൾ എന്തായാലും ഒരു ജോബ് ഉണ്ടല്ലോ. ഉം. ഇൻകം എന്നുള്ള ഒരു പ്രോപ്പർ ഇല്ലാതെ ഒരു ഇതിനെ അപ്പൊ കണ്ടിന്യൂ പാരലി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പാരലൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഓക്കെ. ഇപ്പൊ വിട്ടില്ല ഫുൾ? ഇപ്പൊ കഴിഞ്ഞ 8 മാസമായിട്ടുള്ളൂ വിട്ടിട്ടുള്ളൂ. ഓക്കെ. ഓക്കെ. അങ്ങനെ ഓക്കെ. വർക്ക് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊറോണ കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫ്ലോർ മില്ല് സ്റ്റാർട്ട് ചെയ്തു. ഉം. ഇത് അത് വൈഫിന്റെ പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്, വേറെ പേരിൽ. ഉം. അതിൽ നിന്ന് ഐറ്റംസ് ഇങ്ങോട്ട് എടുക്കാമെന്നുള്ള പ്ലാനിൽ. അപ്പൊ അങ്ങനെ എടുത്തു, പുതിയ പുതിയ ഐറ്റംസുകൾ ആഡ് ചെയ്തു. അങ്ങനെ ഒരു 10-15ഓളം ഐറ്റംസ് ആയി. ഞങ്ങൾ ചെയ്യാത്തതും ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഐറ്റംസുകളും ഒക്കെ കൂടി നമ്മൾ റീപാക്ക് ചെയ്തിട്ടൊക്കെ ഒരു 15ഓളം ഐറ്റംസ് നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉം. കഴിഞ്ഞ 2021-ലാണ് മില്ല് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വലിയൊരു ഇതുണ്ടായിരുന്നില്ല. 2023 മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വലിയ ടൈം ഒന്നും ഇല്ല, വലിയ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മൾ ഒരു സ്റ്റാർട്ടിങ് അല്ലേ, ഒന്നും ഇല്ലല്ലോ.
ഉം. അപ്പോൾ ഒരു പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഏകദേശം ടേൺ ഓവർ എന്ന് പറയാൻ 10-30 ലക്ഷം രൂപ രാത്രിയേ ഉള്ളൂ. കാരണം വരുമാനമൊന്നുമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും അതിലില്ലല്ലോ. ചെറുതായിട്ട് കമ്പനി പോകുന്നുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒന്നും കൂടി അതിനെ ട്രാക്കിൽ എത്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കുറേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. കാരണം എൻ്റെ സേവിങ്സ് ആയി എൻ്റെ സാലറി കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്. എത്ര എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ? ഇൻവെസ്റ്റ്മെന്റ് ഞാൻ മാത്രം, സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. കാരണം എൻ്റെ സാലറി മൊത്തം നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് പല പല കാര്യങ്ങളായി. പിന്നെ വലുതാക്കി, നമ്മളെ പ്ലാന്റ് വലുതാക്കി, പാക്കിംഗ് വലുതാക്കി, ഓഫീസ് തുടങ്ങി, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പൊ ഇങ്ങനെ എത്ര ടോട്ടൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ഇപ്പോൾ നമുക്കൊരു 77 ലാക്സ് 70 ലാക്സ് 70 ലക്ഷത്തോളം ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടാവും. ഫ്രം ദ ബിഗിനിങ് ടിൽ ഡേറ്റ്. യെസ്, ഇതുവരെ വന്നിട്ടുണ്ടായിരിക്കും. കാരണം നമുക്ക് അതിൽ കുറെ അസറ്റുകൾ ഉണ്ട്. കാരണം ഒരു മില്ലിന്റെ ബ്രാൻഡ്, അവിടെ മെഷീനറി ഉണ്ട്, 2 പാക്കിംഗ് യൂണിറ്റുകൾ, ഷെഡ് ഉണ്ട്, പിന്നെ വണ്ടികൾ 3 ഉണ്ട്, പിന്നെ എറണാകുളത്ത് ഒരു ഗോഡൗൺ ഉണ്ട്, പിന്നെ ഇതുവരെ ഉണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡ് വാല്യൂ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് കേസ്. കഴിഞ്ഞ 2024 ഏകദേശം ഒരു 1 CR അടുത്ത് നമുക്ക് ടേൺ ഓവർ ആയി. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ലിങ്ക് വെബ്സൈറ്റ് ഉണ്ടല്ലോ അല്ലെ? വെബ്സൈറ്റിൽ നമ്മൾ ഇതിലാണ് നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടി അപ്പൊ അതിന്റെ ലിങ്ക് ഒന്ന് ടി വാട്സപ്പ് ക്യൂ ചെയ്യാമോ? ഫുഡ്സ് ഞാൻ വാട്സപ്പ് ചെയ്യാം. TQ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഒന്ന് വാട്സപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ചെയ്യാം. ഒരു മിനിറ്റ്, ഒന്ന് വാട്സപ്പ് ചെയ്യും. ഓക്കെ. TQFO ഒരു ഡോട്ട് OODS ആണോ? യെസ് യെസ്. ഓക്കെ, അതെന്തായിരുന്നു സ്പെസിഫിക് റീസൺ ഉണ്ടോ? TQ ഫുഡ്സ് എന്ന് പറഞ്ഞ ടേസ്റ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അല്ല, FO കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് അതല്ല, അത് നമ്മളൊരു യൂസർ നെയിം നമുക്കൊരു യുണീക്ക് ആവണം വിചാരിച്ച് ചെയ്തതാണ്. കാരണം അങ്ങനെ ബാക്കി ചെയ്തതാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു സ്റ്റേയിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കല്ലോ ഇപ്പൊ അതിനിടയിൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത കോക്കനട്ട് ഓയിലൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല. അപ്പൊ ഇനിയും നമുക്ക് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളൊരു സംഭവമില്ല. കാരണം ഓരോരോ ഐറ്റംസുകൾ നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. നമുക്ക് റീപാക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നമ്മൾ ഇതാ ഫുള്ളി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിലേക്ക് മാറാനുള്ള പ്ലാൻ. ഇപ്പം ഒക്കെ മാനുവലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അപ്പൊ നമുക്ക് ഇനി കപ്പാസിറ്റി പോരാ. കാരണം നമുക്ക് ഒരുപാട് ഓർഡർ വരുമ്പോൾ നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നിട്ട് നമ്മൾ എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 1 CR ടേൺ ഓവർ ആയി. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഏകദേശം ആയി. ഇയർലി 1 CR ആണോ? ഇയർലി 1 CR കഴിഞ്ഞ മാർച്ച് 31 അങ്ങനെയായി. ഇനിയിപ്പോ ഏകദേശം ഒരു 2 CR നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇതാവാന്ന് വെച്ചില്ല. കാരണം ഞാൻ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഒരു 8 വർഷമായിട്ടുള്ളൂ ഞാൻ ഫുള്ളി ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. 8 മാസം? 8 മാസം. അതുവരെ ഞാൻ എൻ്റെ പാരലലി എൻ്റെ വർക്കും ജോലിയും കൊണ്ടുപോകുന്നുണ്ട്. കാരണം നമുക്ക് വേറെ ഇൻകം വരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ. അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അതിലത്തെ ഒരു വരുമാനം വെച്ചാൽ നമ്മൾ അതിൽ നിന്നായിരുന്നു കുറെ പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തത്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തതൊക്കെ. ഓക്കെ. അത് ബേസ്ഡ് ആണ് നമുക്ക് കിട്ടിയ ഇൻകം കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നു. കാരണം ഇതുപോലെയുള്ള എല്ലാം ഇതിലേക്കാണ് നമ്മൾ ഇറക്കിയതും ബിസിനസ് ചെയ്തതൊക്കെ. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ ഉണ്ട്. നമുക്ക് ബ്രാൻഡ് ഉണ്ട്. പക്ഷെ ഇനി നമ്മളെന്ന് വെച്ചാൽ ഇനി നമുക്ക് കൂടുതലേക്ക് പോകണമെങ്കിൽ എന്ന് വെച്ചാൽ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ഇറക്കണം, ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ വേണം. എത്ര സ്റ്റാഫ് ഉണ്ട് മണി? സ്റ്റാഫ് നമുക്ക് ഒരു 15ഓളം സ്റ്റാഫിന്റെ അടുത്ത് നമുക്ക് ഉണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ പാക്കിങ് അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്. പാക്കിംഗ് സ്റ്റാഫ് എത്രയുണ്ട്? ഏതാ പാക്കിങ്ങിന് സ്റ്റാഫ് എത്രയുണ്ട്? പാക്കിങ്ങിന് ഏകദേശം പാക്കിങ്ങും പ്രൊഡക്ഷനും കൂടി 5ഓളം പേരുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇതില് സെയിൽസില് 15 നോക്കാനും പേര് ഇൻക്ലൂഡിങ് മണിയാണോ അല്ല എക്സ്ക്ലൂഡിങ് മണിയാണോ? ഇല്ല, ഞാനില്ല. നമുക്കൊരു മാനേജർ ഉണ്ട് വേറെ. പിന്നെ അക്കൗണ്ട്സിൽ 2 പേരുണ്ട്. പിന്നെ സെയിൽസിൽ തന്നെ ആളുകൾ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എടുക്കുക കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 2 വണ്ടിക്കുള്ള ഡ്രൈവർ ഉണ്ടാവും, 3 വണ്ടിക്കുള്ള ഡ്രൈവർ ഉണ്ടാവും. പിന്നെ അതിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സെയിൽസ്മാൻമാരുണ്ടാവും.
പിന്നെ ഒരു ഗോഡൗണിൽ നോക്കാൻ ഒരു സ്റ്റോർ കീപ്പർ ഉണ്ടാവും, പിന്നെ ഓഫീസിൽ പല ടെലികോളർ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഇട്ട് നോക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ആവശ്യം നോക്കിയിട്ട് നമുക്ക് വർക്കൗട്ട് ആവുമോ ഇല്ലേ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒഴിവാക്കും. ഇല്ലെങ്കിൽ ഓക്കെ, എത്ര മാസം നോക്കും പറ്റുമല്ലോ എന്ന്? ഏകദേശം ഒരു 1 മന്ത്, കാരണം 3 മന്ത്സ് ആണ് നമ്മളൊരു പ്രൊബേഷൻ പറയാറ്. പക്ഷെ 1 മന്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഏതൊക്കെ രീതിയിലാണ് പോകണമെന്നുള്ളത്. ശരി. ഓക്കെ. ശരി. ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ലാസ്റ്റ് എന്റെ കാര്യമാണ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അപ്പൊ മണി ഇപ്പൊ ഫേസ് ചെയ്ത്, ഐ മീൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മൾ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് സാധാരണ പോലെ തന്നെ സെയിൽസ് ആണ്. സെയിൽസിന്റെ ഒരു കണ്ടിന്യൂറ്റി, അതായത് നമ്മളിപ്പോ ഒരു മാസം ഇത്ര രൂപയുടെ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അടുത്ത മാസം അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് സീസണലി നമുക്ക് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ മീൻസ് ഇപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റിന്റെ പീരീഡ്, നമുക്ക് സപ്ലയർ തരുന്ന ഒരു ക്രെഡിറ്റിന്റെ പീരീഡ് 15 days ആണ് ഉണ്ടാവുക മാക്സിമം പോയി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല വിളികൾ വരും, വർക്ക് നമുക്ക് വരും. നമ്മളത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ എടുത്ത് ഒരു 1 വീക്ക് കഴിഞ്ഞാലാവും നമ്മളത് ഡെലിവറി ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ ഒരു വീക്ക് പോയി. അത് കഴിഞ്ഞ ഒരു 1 വീക്കാണ് നമുക്ക് പുറത്ത് പോയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ. അഥവാ അതൊരു വീക്ക് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും നമ്മുടെ അവിടെ ഒരു ഫ്ലോ കയ്യിൽ നിന്ന് പോവാണ് ഉം. തിരിച്ചത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ അതിനനുസരിച്ച് നമുക്ക് വെച്ചാൽ പണ്ട് കുറച്ചേ ഓർഡർ ഉള്ളെങ്കിൽ ഇപ്പൊ ഓർഡർ കൂടുന്നുണ്ട്, നമ്മളെ സ്പേസ് വർദ്ധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കപ്പാസിറ്റി കൂട്ടണം, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ വാല്യൂ കൂട്ടണം, നമ്മളെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഈ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കമ്പനിയിലേക്ക് ഒരു പാർട്ട്ണർ എന്ന ഫുള്ളി പാർട്ട്ണർ എന്ന ലെവലിൽ ആരെയും എടുത്തിട്ടില്ല. കാരണം ഞങ്ങള് പലതരത്തിൽ എന്നെ വിശ്വസിച്ച് പല ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മളൊരു ഉം, ഒരു ചെറിയൊരു പ്രോഫിറ്റ് ലെവലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചില ഉം. ആളുകൾ. അതൊരു ഒന്നുമില്ല, ഏകദേശം 10 lakhs അടുത്തൊക്കെ 10 lakhs 20 lakhs അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഉം. അത്രയും അത് നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഈ സമയത്താവും നമ്മൾ എന്തെങ്കിലും തരത്തിൽ വേറെ നമ്മൾ റോൾ ചെയ്യേണ്ടി വരിക. നമുക്ക് ക്യാഷുകൾ പെട്ടെന്ന് നമുക്ക് പറ്റാത്ത സിറ്റുവേഷനുണ്ട്. ഉം. നമ്മൾ ആ സമയത്ത് ബിസിനസ് സ്റ്റക്കായി പോകും, കാരണം നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ എനിക്ക് ജോബ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ സാലറി വാങ്ങിയിരുന്ന ആളായിരുന്നു ഞാൻ. കാരണം കഴിഞ്ഞ ഓസ്ട്രേലിയൻ കമ്പനിയിൽ അവസാനത്തെ എൻ്റെ സാലറി 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം വേണ്ടെന്ന് വെച്ച് പല ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി പോലും നമുക്ക് വേണ്ടെന്ന് വെച്ച് അതൊക്കെ നമ്മൾ പല തരത്തിലും കിട്ടിയത്, പല കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പക്ഷെ അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്, ഒരു പാഷൻ, ഇതിലൂടെ നമുക്ക് അത് എത്താമെന്നുള്ളൊരു ചിന്തയിലാണ്. ഇപ്പൊ ഈ ഒരു ബിസിനസ് അല്ല, ഇതിലൂടെ നമുക്ക് പല ബിസിനസ്സിലേക്കും കടക്കാം. അപ്പൊ അതാണ് ഉം. നമ്മുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഞാൻ ചോദിച്ചോട്ടെ? ഉം. ഓക്കെ. ഇപ്പൊ മണി എത്ര, ഇപ്പൊ നമ്മള് എത്ര മാസത്തേക്കുള്ള റിസർവ് നമ്മുടെ കയ്യിലുണ്ട്? ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കൊറോണ വന്നു അല്ലെ, ഉം. അതേപോലെ ഇനി ഒരു കൊറോണ വരികയാണെങ്കിൽ, എല്ലാം അടച്ചുപൂട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ജീവനക്കാരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പലരും മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അങ്ങനെ യെസ്. ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ റിസർവിൽ എത്ര പൈസ ഉണ്ടാവും? റിസർവിൽ നമ്മുടെ അടുത്ത് ഇപ്പൊ അറ്റ് പ്രസന്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. കാരണം കാരണം നമ്മുടെ അടുത്ത് ഇപ്പൊ ഏകദേശം അങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു മാക്സിമം എടുത്താൽ ഒരു 10 lakhs. കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ഒരു ബിസിനസിന്റെ ഒരു ഫ്ലോ അനുസരിച്ചാണ് നമുക്ക് ക്യാഷ് വരവും പോക്ക് നടക്കുന്നത്. അതിന് മേലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊന്നാമത് ചിലപ്പോൾ ഞാൻ പിന്നെ പല സോഴ്സുകൾ നോക്കുന്നുണ്ട് എടുക്കാനല്ലോ നമ്മളെ കയ്യിൽ. ലോൺ എടുക്കാനാ? ഞാനിപ്പോ ഒരു PMFME ലോൺ നോക്കുന്നുണ്ട്, ഒരു ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീന് വേണ്ടിയിട്ട്. കാരണം ഉം. അത് 10 ലക്ഷം രൂപ സബ്സിഡി ഉള്ള ലോൺ. അപ്പൊ അതൊരു 40 lakhs ഞാനിപ്പോ അത് ഓരോ അപ്രൂവ് ആയി കിടപ്പുണ്ട്. ഉം. നമ്മളെ ഇതൊക്കെ അപ്രൂവ് ആയി, നമ്മളെ സബ്സിഡിക്ക് അപ്രൂവ് ആയി. ഇനി ബാങ്കിൽ നിന്നുള്ളൊരു അപ്രൂവൽ മാത്രമേ ഉള്ളൂ. ഉം. മിഷനറിക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ അത് ഓൾറെഡി കിട്ടാൻ കിടക്കുന്ന സംഭവമാണ്. ഉം. പിന്നെ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കപ്പാസിറ്റി നോക്കിയിട്ട് പല ഇൻവെസ്റ്റേഴ്സിനും ഇനി നമ്മൾ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രോഫിറ്റ് ലെവലിൽ കിടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വരാൻ നോക്കുന്നുണ്ട്. അതാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊരു സപ്പോർട്ടായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഫുള്ളായിട്ട് നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നടക്കില്ലല്ലോ. ഓക്കെ. മണി ഇപ്പൊ എത്ര സാലറി എടുക്കുന്നുണ്ട്? ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു സാലറി എത്ര എഴുതുന്നുണ്ടെന്നല്ല, എത്ര എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചോട്ടോ. അതായത് നമ്മൾ മാസം നമുക്ക് പല ആവശ്യങ്ങളുണ്ട്, ഡ്രോയിങ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പല ചോദിച്ചത് സാലറി എത്ര എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കണക്കില്ല. ഓക്കെ. അപ്പൊ ദയവ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ബാക്കിയെല്ലാം വാർത്തയിലേക്ക് പോവാം. ഉം. ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഉം. ഓക്കെ, മണി ഒരു സാലറി ഫിക്സ് ചെയ്യണം.
ഉം, ഓക്കെ. ഉം. ആ മനസ്സിലായി നമ്മുടെ ബേസിക് റൂൾ എന്താണെന്ന് വെച്ചാൽ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ളതാണ് ബേസിക് റൂൾ. മനസ്സിലായി മനസ്സിലായി. മനസ്സിലായല്ലോ? ഓക്കെ. അറിയാം, എനിക്കറിയാം ഞാനത്. അപ്പോ നിങ്ങൾ ഈ അടിക്കടിക്ക് ഡ്രോയിങ് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചർ ആണ്. അതെ അതെ മനസ്സിലായില്ലേ? അതെ. ഓക്കെ. അപ്പൊ അതിന് പകരം ഞാൻ പറയുന്നത് ഇപ്പോ മണിക്കൊരു എത്ര, ഒരു 1 ലക്ഷം എങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല? ഫിക്സ് ചെയ്യാം നമുക്കിപ്പോ നമ്മളെ ചില എന്തായാലും എടുക്കാൻ പറ്റില്ലേ? എത്ര ഒരു 1 ലക്ഷം രൂപയെങ്കിലും മാസം. എടുക്കണം, ഓക്കെ. എടുത്തില്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ അതാ നമുക്ക് പറയുന്നത്. അപ്പോ ഇതിപ്പോ അതായത് ഈ വരുന്ന മാസം തൊട്ട് ദയവ് ചെയ്ത് 1 ലക്ഷം രൂപ നമ്മുടെ 31-ാം തീയതി, ഇപ്പൊ സാലറി എല്ലാം എല്ലാവർക്കും ഏത് ദിവസം കൊടുക്കുക? 10-ാം തീയതിക്ക് ഉള്ളിൽ, 10-ാം തീയതിയാണ് ഡേറ്റ്. ശരി. അപ്പൊ 10-ാം തീയതി ആണല്ലോ ഡേറ്റ്. അപ്പൊ ഈ മാസത്തെ സാലറി കൊടുത്തു കഴിഞ്ഞു? ഇല്ല, കൊടുത്തില്ല. 10-ാം തീയതി കൊടുത്തു. കൊടുത്തില്ല. അപ്പൊ ഈ മാസത്തെ സാലറി കൊടുക്കുമ്പോൾ മണിക്കും ചേർത്തിട്ട് സാലറി കൊടുക്കണം. യെസ് ഓക്കെ. യെസ്. അതായത് ബിസിനസ് ഓണർക്കല്ല, ആർക്കാ? അതെ, മണിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. മനസ്സിലായി. ബിക്കോസ് ബിസിനസ് ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി, മണി ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഓക്കെ. യെസ്. അപ്പൊ മണി എന്ന് പറയുന്ന വ്യക്തി, യു ആർ ഓൾസോ, മണി എന്ന് പറയുന്ന വ്യക്തി, യു ആർ ഓൾസോ ആൻ എംപ്ലോയി ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. ഇവൻ ദോ യു ആർ ദ ബിസിനസ് ഓണർ, യു ആർ ഓൾസോ ആൻ എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ, ബിക്കോസ് നിങ്ങളുടെ സമയം മുഴുവൻ അവിടെയാണ് ചെലവഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിലേക്കാളും കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള ജീവനക്കാരെക്കാളും കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള ജീവനക്കാരെക്കാളും കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടാവും. ടെൻഷൻ സഹിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന 10-ാം തീയതിക്ക് മുമ്പ് തൊട്ടിട്ട് മണി എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപ മണിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ. ക്ലിയർ? ഓക്കെ. മനസ്സിലായി. എന്നിട്ട് ഈ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുന്ന പൈസ മുഴുവൻ അതിൽ നിന്ന് മാത്രമേ എടുക്കാവൂ. ഉം, ഉം. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും നിങ്ങൾ പെട്രോൾ, ഇപ്പൊ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ. ഓക്കെ. അപ്പൊ നിങ്ങൾ അതിന് ആക്ച്വലി ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, കാർഡ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? നമ്മള് ഇപ്പോ നമുക്ക് കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബി അക്കൗണ്ടും ഉണ്ടാവുമല്ലോ. കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് ജിപേ ഉണ്ട്, മറ്റേ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ജിപേ ഉണ്ട്. അതാ പറയുന്നത്. അപ്പോ ഈ പുറത്തേക്കെല്ലാം പോകുന്ന സമയത്ത് ബിസിനസ് ആവശ്യത്തിന് പോവുകയാണെങ്കിൽ ഉം. അതിന്റെ പെട്രോൾ അടിക്കുന്നത് മറ്റേ കറണ്ട് അക്കൗണ്ടിന്റെ ആ ജി പേ ഓക്കെ. വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു കാരണവശാലും നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ചെയ്യരുത്. ഉം. അതേസമയം നിങ്ങൾ ഫാമിലിയുമായിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്, പറഞ്ഞല്ല. ആ, മനസ്സിലായി നിങ്ങൾ മനസ്സിലായി. ഫാമിലി ആയിട്ടാണ് പുറത്ത് പോകുന്നതെന്ന് വെച്ചാൽ അതിന്റെ എല്ലാ ചെലവും നിങ്ങൾ എവിടെ എടുക്കേണ്ടത്? നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് വേണം എടുക്കാൻ. Correct. ഉം. ഓക്കെ. അറ്റ് എനി കോസ്റ്റ് വേറെ എന്ത് പേഴ്സണൽ ആയിട്ട് ഒരു ആവശ്യത്തിന് 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വേറെ ഒരു പൈസ പോലും അവിടെ നിന്ന് നിങ്ങൾ എടുക്കരുത്. ഇല്ല, നിങ്ങൾ ഇവിടെ ഞാൻ, ചെയ്യാൻ പറ്റും. എനിക്കൊരു ചലഞ്ച് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ ഈ പറഞ്ഞ സിസ്റ്റം വരാൻ നോക്കുന്നുണ്ട്. പക്ഷെ ചില മാസം 10-ാം തീയതി നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറെ ആളുകൾക്ക് കൊടുത്തു തീർക്കണ്ടേ, അവിടെയാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ആ, ഓക്കെ. മനസ്സിലായി. അതായത് ആളുകൾ കൊടുത്തു വെക്കണമെന്ന് പറഞ്ഞില്ലേ? ആദ്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ. നിങ്ങൾ ആദ്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പുത്തൽ വരും. ഉം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എടുത്തു കഴിഞ്ഞു, ഞാൻ ഇനിയും എന്റെ ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കുത്തൽ വരും. മനസാക്ഷിയുള്ള ആരാണെങ്കിലും, എന്റെ അറിവിലും മനസാക്ഷിയുള്ള വ്യക്തിയാണ്. യെസ്. ഓക്കെ. അപ്പൊ മനസ്സിൽ കുത്തൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ മാസം ചിലപ്പോൾ 1-2 ദിവസം ഇത് കാരണം മാറിപ്പോവാം. പക്ഷെ അതിന്റെ അടുത്ത മാസം മണി ഇപ്പൊ തന്നെ തീരുമാനിക്കും, ഇത് ഞാൻ എടുത്തു, അവരെടുക്കാത്ത സ്ഥിതിവിശേഷം വരില്ല എന്നുള്ള തീരുമാനത്തില് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് അവിടെ ഫണ്ട് ഇത് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്നുള്ള റൂൾ നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ആഹ് നമ്മളിപ്പോ മന്ത്ലി ഇപ്പൊ 1 crore ടേൺ ഓവർ ചെയ്യുന്നുണ്ടല്ലോ. ആ, ഉണ്ട്. മന്ത്ലി ഇല്ല, ചെയ്യുന്നുണ്ട്. ഇയർലി. സോറി, ഇയർലി 1 crore ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ 1 crore ചെയ്യുമ്പോൾ അതില് എല്ലാ ചെലവുകളും പോക എത്ര നിൽക്കുന്നുണ്ടെന്ന് എന്തെങ്കിലും കണക്കെടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ നമ്മള് സത്യം ഞാൻ പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കൊടുക്കുന്ന കണക്കല്ല ചോദിക്കുന്നത്. അല്ല അതായത് അല്ല, നമ്മള് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു നമ്മളിപ്പോ അക്കൗണ്ട്സ് നമ്മളിപ്പോ ഒരു പുതിയ ആൾ വെച്ചിട്ടുള്ള ഒരു ഹെൽപ്പോട് കൂടി നമുക്ക് ഏകദേശം അതൊരു ലോസിലാണ് നമുക്ക് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോ ഓരോ മന്തിൽ കൂടുന്നതോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ സ്റ്റാഫിനെ എടുക്കാനുള്ള ഒരുപാട് ചെലവുകൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. ഒന്നുകിൽ അതുകൊണ്ടായിരിക്കാം, കാരണം ഞങ്ങൾ പണ്ട് നിൽക്കുന്ന ആ ഒരു ലെവൽ നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കാം. ഉം. അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോൾ കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ലോസ് ആയിരിക്കും, അതിന് മുന്നത്തെ മാസം നോക്കുമ്പോൾ ലോസ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോ ആ ഓരോ മന്ത്ലി ആകുമ്പോൾ നമ്മളിപ്പോ കഴിഞ്ഞ മാസം നമുക്ക് ഗോഡൗൺ ഉണ്ടായിരുന്നില്ല, സെപ്പറേറ്റ് ഗോഡൗൺ ഉണ്ടായിരുന്നില്ല സ്പേസ്. ഈ മാസത്തിൽ ഗോഡൗണിലേക്ക് കയറി നമ്മൾ പുതിയൊരു ഗോഡൗൺ എടുത്തു, നമുക്ക് ഹൈവേ തന്നെ ഒരു സ്പേസ് കിട്ടി. ഉം. അപ്പൊ അതിലേക്ക് കുറച്ച് എമൗണ്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങി, അത് കമ്പനി ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെന്റിന് അവിടുത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്തു, അത് കുറച്ച് വന്നു, അവിടെ ഒരു എംപ്ലോയി കൂടുതൽ വന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അങ്ങനെ വരുന്നതാണ്. ഉം. അപ്പൊ ഓക്കെ. നമുക്ക് കിട്ടുന്നൊരു സെയിൽസിന്റെ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 20% ആണ് നമ്മളെ ഏകദേശം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്. ഉം. അപ്പൊ നമുക്ക് ഇപ്പോൾ ഏകദേശം എക്സ്പെൻസ് എല്ലാം അത്യാവശ്യം ഉണ്ടാവും, കാരണം എക്സ്പെൻസ് എല്ലാം കൂടി ലോസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അറിയാം. ഉം. അപ്പൊ ഉം. ഞങ്ങളിപ്പോ ആ ഒരു കാൽക്കുലേഷനിൽ എങ്ങനെയാ വെച്ചാൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് പോകുന്നത് വേജ് കൊടുത്തിട്ട് തന്നെയാണ്, ലേബറാണ്. ഉം. അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം, അത് കുറയ്ക്കണം. അങ്ങനെ ഓരോന്ന് എന്തൊക്കെ കുറയ്ക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോന്ന് അടുത്ത മാസം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിയിട്ട്. ആ, മണിയുടെ
കഴിഞ്ഞ 6 മാസത്തെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ബേസിക് ബ്രേക്കപ്പ് ഉണ്ടോ? ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കി ഞങ്ങളിപ്പോ ഇതുവരെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതിൽ ചെറിയ കറപ്ഷൻസ് ഉണ്ടായിരുന്നു, കറക്റ്റ് അല്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പുതിയ അക്കൗണ്ട്സിനെ വെച്ച് നോക്കി കറക്റ്റ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു ഫോർമാറ്റ് അയച്ചില്ല കഴിഞ്ഞ ആഴ്ച, അത് നിങ്ങൾക്കെല്ലാം അത് സജഷൻ ഞാൻ ചെയ്ത് ഡിസ്കസ് തന്നില്ലേ? ചെയ്തു. അതിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ ഒരു ചെറിയ ഡൗട്ട് വന്നു. കാരണം നമ്മൾ മാജിക് നമ്പർ എന്ന് പറയില്ല, മന്ത്ലി ഇയർലി അതെ നമ്മൾ മന്ത്ലി, അതെ. അത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. അതായത് വേറെ ഒന്നല്ല, ഞാൻ ചോദിച്ച അതേ ചോദ്യം, മാസം മാസം എത്ര എടുക്കുന്നെന്ന് ചോദിച്ചില്ല. അതായത് ഞാൻ നേരത്തെ ചോദിച്ചില്ല എത്ര റിസർവ് ഉണ്ട് എന്നുള്ളത്. ആ, യെസ്. അതാണ് മാജിക്കൽ ഫിഗർ എന്ന് പറയുന്നത്. ഓ ഓ ആ ഓക്കെ. മാജിക്കൽ ഫിഗർ എന്ന് പറഞ്ഞ് 0 ആണെങ്കിൽ യു ആർ ഓൾവേസ് ഇൻ ദ ഡേഞ്ചർ സോൺ. യാ. മനസ്സിലാവുന്നില്ലേ? അതായത് നമുക്ക് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ദ സിറ്റുവേഷൻസ് അറൌണ്ട് ദ വേൾഡ് ഈസ് ഓൾസോ ബിക്കമിങ് മോർ ആൻഡ് മോർ, എന്താ പറയുക, അഗ്രസീവ് ആൻഡ് മോർ ആൻഡ് മോർ അൺപ്രഡിക്റ്റബിൾ, അല്ലേ? ഇപ്പൊ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അത് ആ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇപ്പൊ അംബാനി ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, അല്ല ഇപ്പോ ലുലു അവരായിക്കോട്ടെ, ഇവരെല്ലാവരും വന്നിട്ട് എപ്പോഴാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ബിസിനസ് മാർക്കറ്റ് ക്രാഷ് വരുമ്പോഴും ഇതേപോലെ ഈ സംഭവങ്ങളുണ്ടല്ലോ, ഏത് ഉം. മറ്റുള്ള പകച്ചു പോകുന്ന സമയത്താണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. കണ്ടിട്ടുണ്ടോ? മനസ്സിലായി മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഇതിനു വേണ്ടി ചെന്നൈയിൽ ഒരു ഫണ്ടിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉം. അപ്പൊ ഫണ്ടിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത്, അപ്പൊ അവിടെ ആ സിനിമ സ്റ്റൈലിൽ അവർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഫണ്ടിങ് തരുന്നവര് ഒരു 300 കോടിക്ക് വേണ്ടിയിട്ടാണ് പോയത്. ഓക്കെ, അവർ ശരിക്കും നമ്മുടെ ബില്ല സിനിമയിലെല്ലാം കാണുന്ന പോലെ അവർ ആ ഉം. റൂമിൽ മറ്റേ പെണ്ണുണ്ട്, ഇപ്പൊ പാട്ടും ഡാൻസും ഉണ്ട്, അപ്പുറത്ത് ഒരു ഗണ്ണെല്ലാം ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, അപ്പോ അവരുടെ ഇതെങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ക്യാഷ് റെഡിയാണ്, 300 കോടി റെഡിയാണ്. ഉം. ഓക്കെ, അപ്പോ അവരവിടെ പറയുന്നതാണ് റൂള്. മനസ്സിലായി ബിക്കോസ് ഐ ആം ദ പേഴ്സൺ ഹു നീഡ്സ് മണി ആൻഡ് മനസ്സിലായി ഈസ് ഹാവിംഗ് ലോട്ട് ഓഫ് മണി. ഇതേപോലെ മനസ്സിലായി. 300 കോടി ക്യാഷ് വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, അത് അവർക്കും അറിയാം. ഓ ഓക്കെ, യെസ്. അപ്പൊ വന്നിട്ട് അവരെന്ത് പറയുന്നതോ അതാണ് നമുക്കും നിയമം. യെസ് യെസ്. ക്യാഷ് മനസ്സിലായില്ലേ? ആ ജയിലറിലെ രജനി പറയുന്ന പോലെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിയമം മാറ്റിക്കൊണ്ടേയിരിക്കും, മറ്റുള്ളവരനുസരിച്ച് പോവാന്നുള്ള പോലെ ഇവരവർക്ക് തോന്നിയ പോലെ നിയമം മാറ്റും. അത് മാറ്റാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താ? അവര് ദേ ആർ ഓൺ ദ ഹയർ സൈഡ്. മനസ്സിലായില്ലേ? അപ്പോ ആ രീതിയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അതായത് നമ്മൾ മാനേജ്മെന്റ് ബൈ നമ്പേഴ്സ് എന്ന രീതിയിൽ ഒരു ബഡ്ജറ്റിംഗിന്റെ ഒരു ഇതുണ്ട്. അത് നമ്മൾ വരും ദിവസങ്ങളിലെല്ലാം നമ്മൾ അതെല്ലാം അത് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മൾ ടെക്നിക്ക് ഇപ്പൊ നേരത്തെ 1 ലക്ഷം രൂപ മാറ്റി വെക്കണം എന്ന് പറഞ്ഞത്, ഐ നോ ദാറ്റ് യു ആർ നോട്ട് ഹാവിംഗ് മണി. പക്ഷേ നിങ്ങൾ മാറ്റിവെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദ വേ ദാറ്റ് യു ലുക്ക് അറ്റ് ബിസിനസ് ആസ് വെൽ ആസ് യു ലുക്ക് അറ്റ് ലൈഫ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. അതായത് ഇപ്പൊ ഞാനും വർക്ക് ചെയ്ത ഒരാളാണ്. ഓക്കെ, ഞാൻ ഇതേപോലെ ഓൾമോസ്റ്റ് 3.5 ലാഖ് സാലറി വാങ്ങിച്ച ആളാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ബിസിനസ്സിൽ വന്ന സമയത്ത്, ആ സമയത്ത് എനിക്ക് വളരെ നല്ല ഭയങ്കര ബിസിനസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം താഴ്ത്തിക്ക് വന്നു. താഴ്ത്തിക്ക് വന്നപ്പോ എനിക്ക് കൂടെ എന്റെ വൈഫ് എന്നെ പറഞ്ഞു, കല്യാണം മര്യാദയ്ക്ക് 3 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു മാസാമാസം, സുഖമായിട്ട് ഞങ്ങൾ അടിച്ചു കൊടുക്കുക, എവിടെ വേണമെങ്കിൽ പോവും, ട്രാവൽ ചെയ്യുക, എല്ലാം ചെയ്യാം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറാൻ തോന്നും. ഇത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതാവും. മനസ്സിലായി. ആൻഡ് ദാറ്റ് വിൽ അഫക്ട് ഇൻക്ലൂഡിംഗ് ദ ഫാമിലി ലൈഫ്. ഒന്നല്ല, ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ വാങ്ങിച്ചു. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ടാവും. 5, 8, 10 അവർ സാലറി ഗ്യാരണ്ടി ആയി. യെസ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ അവര് പുതിയ പുതിയ 3XO അല്ലെങ്കിൽ എന്താ പറയുക SUV എല്ലാം വാങ്ങിച്ച് പോകുന്നുണ്ടാവും. നമ്മൾ 10 കൊല്ലം മുമ്പ് വാങ്ങിച്ച കാർ, അല്ലെങ്കിൽ നമ്മൾ IT കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ച കാർ ആയിരിക്കും നമ്മൾ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അതെ. മുതലാളിയാണ് പേര്, പേര് മുതലാളിയാണ്. Yes, ഓക്കെ, yes. അപ്പൊ അതിനുള്ള കാരണം നമ്മൾ ഇതേപോലെ മാറ്റിവെക്കാത്തത് തന്നെയാണ്. Right, right. മനസ്സിലായി മനസ്സിലായി. അല്ല, മനസ്സിലായില്ല? ഞാൻ അപ്പൊ അത് ഇത് മാറ്റി വെക്കണമെന്ന് ഒരുപാട് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ചില ചില നമ്മൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വരാവുന്നൊരു കേസ് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കട്ടെ മണി, ഒരു ഭയങ്കര ഒരു ഇഷ്യൂ ഓക്കെ, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ക്യാഷിന്റെ അത്യാവശ്യം വന്നു. ഓക്കെ, എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തേ തീരൂ? നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിരിക്കും, ഏതെങ്കിലും വഴിക്ക് സോർട്ട് ഔട്ട് ചെയ്യില്ലേ? ചെയ്യല്ലോ, ഉറപ്പല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഈ 1 ലക്ഷം രൂപ മാറ്റി വെക്കുക, വരുന്ന വരട്ടെ. ഓക്കെ. മനസ്സിലായില്ലേ? വരുന്ന വരട്ടെ. ആ 1 ലക്ഷം രൂപ മാറ്റി വെച്ചാൽ അടിച്ചു പൊളിക്കാനല്ലേ, അതും ഞാൻ പറയാം. ആ 1 ലക്ഷം രൂപ അടിച്ചു പൊളിക്കാനല്ല, അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 10% എന്തിനു വേണ്ടി മാറ്റി വെക്കണം? ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ്. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കണം. 20% റിസർവിന് വേണ്ടി മാറ്റി വെക്കണം. അതായത് 1 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 50,000 രൂപ മാത്രമാണ് നിങ്ങളുടെ ചെലവിന്. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് 50,000 കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം, ഒരു നല്ല നല്ല രീതിയിൽ തന്നെ ജീവിക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഫ്ലാംബോയന്റ് ആയിട്ടുള്ള ജീവിതം ആണെങ്കിൽ മാത്രം, അത്രയും ഫ്ലാംബോയന്റ് ആണെങ്കിൽ ആ 50,000 കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് നിങ്ങൾ 100% എന്തിനായിരിക്കണം? ഇൻവെസ്റ്റ്മെന്റ്. റിസർവ് ഫണ്ടിലേക്കായിട്ടും അതേപോലെ തന്നെ എന്താ പറയാ, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ടും. ഇനി ഇപ്പൊ ഞാൻ കഴിഞ്ഞ വൺ ടു ചെയ്യുമ്പോൾ
ആ ചോദ്യം തന്നെ ആ, മണിയോടും ചോദിക്കുകയാണ്. മണിയുടെ വൈഫിന് സ്വർണം വാങ്ങിച്ചു കൊടുത്തത് എത്രയായി? വാങ്ങിച്ചു കൊടുത്തിട്ട് കുറെ ആയി. കുറെയായി അല്ലെ? അവർ തീർച്ചയായിട്ടും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർ അതായത് നല്ല തീർച്ചയായും. ഫാമിലി, നല്ല കുട്ടിയാണെങ്കിൽ അവർ പറയില്ല സത്യത്തിൽ. ഇല്ല ഓക്കെ, ഇല്ല ഹസ്ബൻഡ് കഷ്ടപ്പെടുകയാണ്, നമ്മൾ ചോദിക്കരുത് എന്ന് അവർ വിചാരിക്കും. ഓക്കെ, വേണ്ട പാവം എന്നുള്ളത്. പക്ഷെ നേരെ മറിച്ച് ഒരു ഭദ്രകാളിയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എനിക്ക് ആ സ്വർണം വേണമെന്ന് പറയുമല്ലയോ? ശരിയാണല്ലോ. തീർച്ചയായും. വേദനിക്കുന്നുണ്ടോ? അതെ വേദനിക്കുന്നുണ്ടോ? അതെ അതെ വേദനിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അവർ ചോദിച്ചില്ലെങ്കിലും നമുക്ക് അത് അതെ അതിൽ മാറ്റി വെക്കാന്നുള്ളത്. അതെ. അപ്പൊ ഈ 1 ലക്ഷം രൂപ മാറ്റി വെക്കുന്നതിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്ക് എത്ര കുട്ടികളാ? രണ്ടുപേരും. രണ്ടുപേര് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ആൺകുട്ടികൾ. ആൺകുട്ടികളാണ്. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ ഇവർ 20% എന്ന് പറഞ്ഞ് ഐ മീൻ ഗോൾഡ് ഫണ്ട് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോൾഡ് ചിട്ടിയിലോ ഏതെങ്കിലും ഒന്ന് ചേർന്നിട്ട് ഒരു നിങ്ങളുടെ ആനിവേഴ്സറി വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ സർപ്രൈസ്, വൈഫിനൊക്കെ പറഞ്ഞില്ല, സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വൈഫിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു, ഒരു 10 പവന്റെ ഒരു അല്ലെങ്കിൽ ഒരു 5 പവന്റെ ഒരു ചെയിൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഹാപ്പി ആവുമല്ലോ, തീർച്ചയായിട്ടും. അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് രണ്ട് ഗുണം വേണം. നമ്മൾ ഒരിക്കലും സ്വർണം കൈവിടില്ല, ശരിയാണല്ലോ. നാളെ ഒന്നുമില്ലെങ്കിൽ അത്യാവശ്യം വന്നാൽ ആ സ്വർണം നമുക്ക് വെക്കുകയും ചെയ്യാം, തീർച്ചയായിട്ടും. അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും കാലത്തോളം ആ സ്വർണം അവര് ധരിക്കുകയും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ യു ആർ ഗെറ്റിംഗ് ഡുവൽ അഡ്വാൻറ്റേജ്. ഒന്ന് വന്നിട്ട് യു ആർ സേവിങ്, ഓക്കെ, Yes. ആൻഡ് സെക്കൻഡ് വൺ ഇസ് യു ആർ മേക്കിംഗ് ദം ഹാപ്പി. മീൻസ് ഇവൻ ഇഫ് യു നീഡ് ദാറ്റ് ഗോൾഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ പ്ലഡ്ജ് ഇറ്റ് ആൻഡ് ടേക്ക് ഔട്ട് മണി. Sure, sure. ശരിയല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് ഒന്ന് നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ എന്താ പറയാ സേവിങ് മെന്റാലിറ്റി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം ഫ്രം ദിസ് മന്ത് ഓൺവേർഡ്സ്, ഒക്ടോബർ ഓൺവേർഡ്സ്. Sure. Okay. ഓക്കെ, Okay. പറ്റും. 1 ലക്ഷം രൂപ ഇപ്പൊ മാറ്റ പ്രശ്നം വരും. എനിക്ക് 100% അറിയാം, പ്രശ്നം വരും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ ആ, ഒരു പൈസ ഇപ്പൊ ഒന്നുമില്ല, നല്ല ടേൺ ഓവർ കുറഞ്ഞു, ഇവർക്കാണെങ്കിൽ സാലറി കൊടുക്കണം. ഓക്കെ, നിങ്ങൾ എവിടുന്നെങ്കിലും പൈസ കണ്ടെത്തില്ലേ? അതെ തീർച്ചയായിട്ടും. കണ്ടെത്തുമല്ലോ. ഉം. അപ്പോ ഇപ്രാവശ്യം എവിടുന്നെങ്കിലും കണ്ടെത്തിക്കോളൂ. അതെ പറഞ്ഞത് അതെ. മനസ്സിലാവുന്നില്ല. അറ്റ് ഉം. എനി കോസ്റ്റ് നിങ്ങൾ ആ 1 ലക്ഷം രൂപ മാറ്റി വെക്കുക. എന്നിട്ട് അങ്ങനെ പ്രശ്നം വന്നാൽ എവിടെ നീ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അടുത്ത മാസം ആകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അലേർട്ട് ആവും. Yes. മനസ്സിലായില്ലേ? ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് the way the people are talking about the growth is, അത് എസ്പെഷ്യലി ന്യൂ ഏജ്, എന്താ പറയാ, ന്യൂ ഏജ് കോച്ചസ്. ഓക്കെ, അതായത് ശരിക്കും ബിസിനസ് ചെയ്തിട്ടില്ലാത്ത ബിസിനസ് കോച്ചുകളെല്ലാം ഒരു ഇതിനെ പറ്റി പറയുന്നത് 100x ഗ്രോത്തും എന്താ പറയാ 50x ഗ്രോത്തും ഒക്കെയാണ്. ഓക്കെ, അവരൊന്നും ബിസിനസ് ചെയ്തവരല്ല. അതെ. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ അറിയില്ല. ദേ ഓൺലി നോ ഹൗ ടു ടീച്ച്. ഓക്കെ, അവർ ചിലപ്പോൾ ബിസിനസ് ചെയ്തിട്ട് അത് വിജയിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അതെ. ഇവിടെ ഗ്രോത്ത് ഈസ് ഇമ്പോർട്ടന്റ്. പക്ഷെ ആ ഗ്രോത്ത് ഉണ്ടല്ലോ, നമ്മുടെ ആൽമരം കണ്ടിട്ടില്ലേ? ആൽമരം വന്നിട്ട് ഐ മീൻ അതിലെ മുള എടുത്താലും ശരി, മുള 4 കൊല്ലം കൊണ്ട് വളരുന്ന ആകെ 1.5 അടിയാണ്. അതെ അതെ അല്ല, 5-മത്തെ കൊല്ലം തൊട്ടിട്ട് 10-മത്തെ കൊല്ലം ആകുമ്പോൾ 60 അടി വളർന്നുണ്ടാവും. അതെ. ശരിയാണല്ലോ? എത്ര മനസ്സിലായി. വലിയ കാറ്റ് വന്നാലും എത്ര വലിയ മഴ വന്നാലും മുള വീഴില്ല. അത് ഉം. ആരും മതി, പക്ഷെ വീഴില്ല. ഉം. ബിക്കോസ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് വെരി ബിഗ് റൂട്ട്. Yes, sure. അതെ. ശരിയല്ലേ? Basics ആണ്. അതെ, അപ്പൊ നമ്മുടെ ഈ ഗ്രോത്തിന്റെ പെർസ്പെക്റ്റീവ് വന്നിട്ട് നമ്മൾ ആക്ച്വലി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. Yeah. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും വലിയ പ്രയോറിറ്റി കൊണ്ടുവരേണ്ടത് ഐ മീൻ ഗ്രോത്തിനേക്കാളും സസ്റ്റൈനബിലിറ്റി ആണ്. ഉം. ഉം. ദാറ്റ് ഈസ് യു ഷുഡ് ബി സ്റ്റാർട്ടിംഗ് ടു മേക്ക് പ്രോഫിറ്റ്. ഉം. ഉം. Okay. Okay. And if you want to start making profit, it is always easy to go on recruitment rampage. ഉം. അത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ റിക്രൂട്ട്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ROI വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ മണി വന്നിട്ട് എന്നെ എടുക്കുകയാണ്, എന്നെ CEO ആയിട്ട് എടുക്കുകയാണ്. എനിക്ക് വന്നിട്ട് മാസം 5 ലക്ഷം രൂപ ശമ്പളം തരുന്നു. ഉം. ഓക്കെ, എനിക്ക് 5 ലക്ഷം രൂപ ശമ്പളം തരുമ്പോൾ ഞാൻ 50 ലക്ഷത്തിന് ബിസിനസ് കൊണ്ടുവരണ്ടേ? തീർച്ചയായും. അല്ല, അറ്റ്ലീസ്റ്റ് 25 ലക്ഷത്തിന് ബിസിനസ് കൊണ്ടുവരണ്ടേ? അതെ. ഓക്കെ, സോ അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഉം. മനസ്സിലായി? അപ്പോ നമുക്ക് ഇവിടെ വേണ്ടത് മണി ഫീൽഡിൽ പോകാറുണ്ടോ? ഇപ്പൊ പോകാറില്ല. പോയിട്ടില്ല. നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ക്ലൈന്റിനെ കാണാൻ വേണ്ടി മാത്രം, അല്ലാതെ ഫീൽഡിൽ അങ്ങനെ മണി പോകാറില്ല. ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയാ? ഉം. വാനില് സെയിൽസിന് പോകണം. ഓ, ഓക്കെ. കാരണം നമ്മളിപ്പോ ഇപ്പൊ എത്ര വാൻ സെയിൽസ് അല്ലേ ചെയ്യുന്ന? ആ ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ? വെൻസൈലും പിന്നെ വെൻസൈലും ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതേപോലെ ഒരു പേഴ്സൺ അയച്ചു കൊടുക്കും, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളൊന്ന് വാനിൽ പോകണം തീർച്ചയായിട്ടും. എന്തിനാന്ന് വെച്ചാൽ ഈ വാനിൽ പോകുമ്പോഴാണ് ശരിക്ക് കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റുക. ആ, ഓക്കെ ഓക്കെ, മനസ്സിലായി. മനസ്സിലായില്ലേ? നമ്മളിവിടെ ഓഫീസിൽ ഇരുന്ന് പറയുന്നത് എല്ലാം ഓക്കെയാണ്. ഞാൻ ഫീൽഡിൽ കളിച്ച ആളാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഓഫീസിൽ ഇരുന്നിട്ട് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അവിടേക്ക് പോകുമ്പോഴുണ്ടല്ലോ, അപ്പോഴാണ് ശരിക്കുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയും പൾസ് മനസ്സിലാക്കാൻ പറ്റുക.
ഉം, ഉം. മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? അപ്പോ അവരെല്ലാം നമ്മളെക്കാളും വലിയ വലിയ താപ്പാനകളാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ് ആണോ സെക്കൻഡ് ജനറേഷൻ ആണോ? ഞാൻ സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ ആണ്. ഓക്കെ. അവിടെ നമ്മളെക്കാളും വലിയ വലിയ താപ്പാനകളാണ് അവിടെ ഇരിക്കുന്നുണ്ടാവുക. അതെ അല്ലേ? അവർക്കറിയാം എങ്ങനെ പേയ്മെന്റ് തരാതെ മണ്ണിന്റെ അടുത്ത് സാധനം എടുക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം. അറിയാം. ശരിയല്ലേ? അല്ലെ? അപ്പൊ നമ്മൾ അവരുടെ കളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവരുടെ കളി പിടിക്കണ്ടേ? തീർച്ചയായും. അല്ലെ? അപ്പൊ മണി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫീൽഡിലേക്ക് ഇറങ്ങുക. പറയാ പിള്ളേരോട് ദിവസം ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പോകുമ്പോ. ഒന്ന് വന്നിട്ട് വി വിൽ ബി ഇൻ എ പൊസിഷൻ ടു നോ ഈച്ച് ആൻഡ് എവറി കസ്റ്റമർ, ഓക്കെ, ബൈ ദിയർ എന്താ പറയാ ആ ഒരു ആക്ടിവിറ്റീസും അവരുടെ പേരും എല്ലാം വെച്ചിട്ട് കസ്റ്റമറിനെ നല്ലോണം മനസ്സിലാക്കാൻ. ചിലപ്പോ ഈ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ചില കസ്റ്റമറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറ്റും. അതിൽ ശരി ചിലപ്പോൾ ഭയങ്കര ബടക്കായിരിക്കും. ആ, ഓക്കെ. പക്ഷെ നമ്മളൊരു ഇതുവരെ നമ്മൾ ഓഫീസിൽ ഇരുന്നോണ്ട് നമ്മുടെ വിചാരമാണ് നല്ല നല്ല കസ്റ്റമർ ആണെന്നായിരിക്കും. മനസ്സിലായില്ല? അങ്ങനെ നമ്മുടെ പെർസെപ്ഷൻ മാറും. റിയാലിറ്റിയിലേക്ക് വരികയും ചെയ്യും, പെർസെപ്ഷൻ മാറുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫീൽഡിൽ പോകുന്നവർ എന്തെങ്കിലും തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റേ കാര്യം. വിൽഫ്രേജ് 100% വരും. മനസ്സിലായില്ലേ? ആ, നെസ്ലേന്റെ പോലും 4% ഫിൽഫ്രേജിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ആ, അതായത് മനസ്സിലായി. ഇതിന് വേണ്ടിയിട്ട് കക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന. ഓക്കെ ഓക്കെ. അതല്ലേ? അപ്പൊ അവർക്ക് അത് താങ്ങാൻ പറ്റും. ഓക്കെ. താങ്ങാൻ പറ്റില്ല. അപ്പൊ ആ ഫിൽഫ്രേജ് ഒഴിവാക്കണമെങ്കിൽ ഈ ഫീൽഡിൽ നിന്ന് മണി പോയി അവരോട് ചിലപ്പോൾ അവിടെ പോയി ചോദിക്കുകയാണ് എന്താ ഏട്ടാ എന്മാരി ഇതാ. ഇപ്പൊ ചിലപ്പോൾ ഇയാൾ സാധനം തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും നമുക്കറിയാം നമ്മുടെ പയ്യൻ നമ്മളെ പറ്റിച്ചു എന്ന് അറിയാം അറിയാം. കുറച്ച് അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അതിന്റെ ഒരു ഇട വെച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പറയുന്നത്. ഫീൽഡില് ഇവർ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിസിനസ് അതോടുകൂടി തകരും. മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? പിന്നെ എന്താ വെച്ചാൽ പക്ഷെ നമുക്ക് അവിടെ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സപ്ലൈ സ്റ്റോപ്പ് ചെയ്താൽ പേയ്മെന്റ് സ്റ്റോപ്പ് ആവും. പക്ഷേ, ശരിയാണല്ലോ? അടുത്ത ആള് വരും. ശരിയല്ലേ? അപ്പൊ അതെ. അത് ഏറ്റവും ആദ്യം മണി ഒന്ന് ഫീൽഡിൽ പോയി ഇടയ്ക്കിടയ്ക്കെങ്കിലും അതൊക്കെ ഒന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. അത് അവനോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ദിവസങ്ങളിൽ ആഴ്ചയിൽ ആരുടെ കൂടെയാ പോവാന്നുള്ളത്, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾക്ക് ആരുടെ കൂടെയാ പോവാന്നുള്ളത് ഒന്ന് ഫിക്സ് ചെയ്യാം. ഉം, 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 ഓക്കെ. എന്നിട്ട് മാറി 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 പോവാം. ഉം, ഉം, ഓക്കെ. പോകുന്ന സമയത്ത് കഴിയുന്നതും ഇവരുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. ആരുമായിട്ട്? ഈ ബിസിനസ് ഓണേഴ്സുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് ഉം. ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തണേ. ഇല്ല, കറക്റ്റാ കറക്റ്റാ. അത് നമുക്ക് അവരുടെ അവർ എങ്ങനത്തെ കസ്റ്റമറാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ അവരുടെ ചിലപ്പോ ആവശ്യം അവര് മനസ്സിലാക്കും. മണിക്ക് ഐഡിയ തരും. ഓക്കെ. സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു ആവശ്യം എന്നുള്ള ഐഡിയ തരും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ആക്ച്വലി ആ പെയിൻ പോയിന്റ് മനസ്സിലാക്കാനും ചിലപ്പോൾ അവർക്ക് പറയാൻ അറിയുന്നുണ്ടാവില്ല ചിലല്ല പെയിൻ പോയിന്റ്. പക്ഷെ ആ സംസാരത്തിൽ കുറച്ചു നേരം നന്നായി ചെവി നമുക്ക് കൊടുത്ത് മനസ്സിലാവും. കേൾക്കുമ്പോൾ ആ നമുക്ക് പെയിൻ മനസ്സിലാവും. പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും ആ മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ ഗ്യാപ്പ് വരിക. നമ്മൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ശരിയാണ്. ആ ഗ്യാപ്പ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വേറെ സപ്ലൈസ് ആയപ്പോ ഒന്നുമില്ല. ഈ 1 രൂപയുടെ പാക്കറ്റ് വന്നില്ല ബ്രൂവിന്റെയും ഇതെല്ലാം. ഏതാ? 1 രൂപയുടെ പാക്കറ്റ്, ബ്രൂ പാക്കറ്റ് ആ ആ ആ പൊടി, ഈ കാപ്പിപ്പൊടി. ആ. ഈ ഇത് ശരിക്കും ഒരു ഇതേവരെ നമ്മൾ ഇത് ബാങ്ക് സെയിൽസ് പോകുമല്ലോ. ഈ ഉം, സെയിൽസ് പോകുന്ന സമയത്ത് ഇവരുടെ ഒരു ജനറൽ മാനേജർ, ഓക്കെ, അയാളൊന്ന് വെറുതെ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ സമയത്ത് ഒരു കടയിൽ നിന്ന് രണ്ടുപേര് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ആൾക്ക് അറിഞ്ഞത്. അത് ഇയാൾ ഒരു കടയിൽ നിൽക്കുക. ഓക്കെ. ഉം, എന്താ ഇമാതിരി സെയിൽസ് എക്സിക്യൂട്ടീവ് റൗണ്ട് അടിക്കുമല്ലോ. ഉം. സീനിയർ ടീം മാസത്തിലൊരിക്കലോ അല്ലെ 2 മാസത്തിലൊരിക്കലോ. അപ്പൊ കടയിൽ ഈ കടക്കാരനും ഈ വാങ്ങാവുന്ന ആളും കൂടി സംസാരിക്കുകയാണ്. ഓക്കെ. ഒരു പാക്കറ്റ് കാപ്പി 240 രൂപ, ഏറ്റവും ഉം, വില കുറഞ്ഞ. ഞാൻ പറഞ്ഞ ഈ കാപ്പിയാണ് ഇത് ഹോട്ടലിൽ കൊടുക്കുന്ന കാപ്പിപ്പൊടി. ഉം. 240 രൂപയാണ് കാപ്പിപ്പൊടി. ഇയാൾ പറയാണ് ഓക്കെ 240 രൂപ കൊടുത്ത് കാപ്പി വാങ്ങിക്കാന്ന് എന്റെ കയ്യിൽ ഇല്ലപ്പാ. ഓക്കെ. ശരിക്കും നമുക്ക് ആകെ വേണ്ടത് ആവശ്യം ഒരു കാപ്പിപ്പൊടിയല്ലേ. ഒരു 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് തരികയാണെങ്കിൽ നമ്മളെപ്പോലെ എത്ര ആൾക്കാർക്ക് ഈ സാധനം ഉപകാരപ്പെടുന്നുള്ള ഒരു സ്പാർക്കാണ് ഇത് സംഭവം കൊണ്ടുവരുന്നത്. ശരി ശരി, മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പൊ 5 രൂപയുടെ മറ്റേ പെപ്സിയും ഇതെല്ലാം വന്നു. ചെറുത്. ചെറിയ പെപ്സി അറിയില്ലേ? ആ. ആ 5 രൂപയുടെ പെപ്സി വരാനുള്ള കാരണം അവരുടെ തലയെ ഉദിച്ച ബുദ്ധിയൊന്നുമല്ല. കോയമ്പത്തൂരിൽ ഒരു ഗാന്ധികുമാർ ഉണ്ട്. ഓക്കെ. ഓ. ഗാന്ധികുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നെയിം എനിക്കറിയാം, അദ്ദേഹത്തെ അറിയാം, പക്ഷേ ബ്രാൻഡ് നെയിം മറന്നുപോയി. അവരാണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ 5 രൂപയുടെയും 10 രൂപയുടെയും സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊണ്ടുവന്നത്. ഓ. 5 രൂപയുടെയും 10 രൂപയുടെയും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവർ മാർക്കറ്റിൽ ഇറക്കിയപ്പോ പെപ്സിയുടെയും കോലയുടെയും മാർക്കറ്റ് ഷെയർ 32% കുറഞ്ഞു ഒറ്റയടിക്ക്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? അപ്പോ ആ. ആ രീതിയിലേക്ക് നമ്മളെ കൊണ്ടത് പിടിച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാനും ഒന്ന് നിങ്ങൾ ആ ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഉം. മനസ്സിലായില്ല? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗ്രോത്ത് ഒന്നും ആയിരിക്കില്ല. ശരി ബിക്കോസ് ശരി. വി വിൽ ബി ദ പേഴ്സൺ ഹു വിൽ ബി റൂളിംഗ് ദ വേൾഡ്. നമ്മളായിരിക്കും പറയാം.
ഏത് ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ 5 അടുത്ത് 5 ഫ്രീ. ഓക്കെ, ഉം. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അവർക്ക് വേറെ വഴിയിൽ ആക്സെപ്റ്റ്. അതേപോലെ നമുക്ക് ഒരു എവിടെയും ഇല്ലാത്തൊരു സാധനം നമ്മൾ കൊണ്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ശരിയല്ലേ? തീർച്ചയായും. അവർ ഇങ്ങോട്ട് വിളിക്കും, എന്താ പണി, നിങ്ങൾ വണ്ടി വന്നില്ലല്ലോ എന്ന് ചോദിക്കും ചിലപ്പോ. അല്ലെ? തീർച്ചയായും. അപ്പൊ ആ ഒരു ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആക്കുക. പാരലായിട്ട് എവിടെയാണ് ഗ്യാപ്പ് ഏരിയ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ചെറുതായിട്ടൊന്ന് ഈ ആളുകളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മനസ്സിലായി. ഓക്കെ, ദർ ഇസ് നോ പോയിന്റ് കീപ്പിംഗ് ഓൺ ഇൻക്രീസിങ് യുവർ പ്രോഡക്റ്റ് ലൈൻ. Sure. മനസ്സിലായില്ലേ? ദ മോർ പ്രോഡക്റ്റ് ലൈൻ യുവർ ഇൻക്രീസ്, മോർ വിൽ ബി യുവർ ദിസ് വെയർ ഹൗസ് മനസ്സിലായി. സ്റ്റോക്ക്. സ്റ്റോക്ക് കൂടുന്തോറും എന്തായി അവിടെ ഇത് പൊട്ടു. നമ്മുടെ മണി അവിടെ ഐഡിൽ ആവാൻ തുടങ്ങി. മനസ്സിലായി. അല്ലെ? ഇതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഒരു ലിമിറ്റഡ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 15 ഐറ്റം ആയിരിക്കാം. പക്ഷെ 15 ഐറ്റംസും ഓക്കെ അതൊരു ഒന്നൊന്നര ഐറ്റം ആണെങ്കിൽ പിന്നെ വേറെ എന്തിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല, ശരിയാ ശരിയാ. കറക്റ്റാ. ഈ 15 നല്ല ഉഷാറായി കഴിഞ്ഞാൽ മണി നാളെ ഒരു 16ാമത്തെ ഐറ്റം കൊണ്ടുവരുന്ന സമയത്ത് ആ കസ്റ്റമർ തന്നെ ഒന്നും ചോദിക്കില്ല. ഇത് എടുത്തോളൂ. ഇക്കന്നെയാണ്, ഇറക്കിക്കോന്ന് പറയും. തീർച്ചയായും. ശരിയല്ലേ? ഉം. അപ്പൊ ആ രീതിയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അല്ലാതെ നമ്മൾ കൂടുതൽ 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 പൈസ ഇറക്കിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മളുടെ അങ്ങനത്തെ ഗ്രോത്ത് അല്ല നമുക്ക് വേണ്ടത്. ആ ഗ്രോത്ത് ഓക്കെ, നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വളരും. പക്ഷേ ദർ ഇസ് എ ലിമിറ്റ്, ദാറ്റ് ഇസ് യു വിൽ ബി ഓൾവേസ് ഇൻ എ ഡേഞ്ചർ സോൺ മനസ്സിലായി മനസ്സിലായി. ആൻഡ് യു വിൽ ബി ലൂസിങ് യുവർ പർട്ടിക്കുലർ ഹാപ്പിനെസ് ഓൾസോ. ഷുവർ ഷുവർ. ഓക്കെ, അതിന് പകരം നല്ല രീതിയിൽ ഈ നല്ല രീതിയിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രോഡക്റ്റ് ക്വാളിറ്റി കൊണ്ടുവന്ന് ഏറ്റവും നൂതനമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്ന് നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാറുണ്ട് ടീമുമായിട്ട്. ചെയ്യാറുണ്ട് അത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ചില മാറ്റങ്ങൾ വരാറുണ്ട്. പക്ഷെ ചിലവരും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ ആയിട്ട് അത് ചിലപ്പോൾ ഒഴിവാക്കേണ്ട അവസ്ഥയ്ക്ക് പോകാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ് സ്റ്റാഫുകളുമായിട്ട്? അല്ല, നമ്മളെല്ലാത്തിലും എല്ലാ സ്റ്റാഫുകളുടെ ഇടയിൽ ഇറങ്ങി കളിക്കാറുണ്ട്. എല്ലാ പ്രൊഡക്ഷനിലായാലും പാക്കിങ്ങിലായാലും എല്ലാവരിലും നമ്മൾ അവരുടെ പ്രോബ്ലംസ് ഡയറക്റ്റ് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. കാരണം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഓരോ സ്റ്റാഫിനായിട്ട് നമ്മളായിട്ട് വിളിക്കാറുണ്ട്, അവരായിട്ട് സംസാരിക്കാറുണ്ട്, കറക്റ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ. അപ്പം ചില തീരുമാനങ്ങൾ നമുക്ക് ഓരോ സമയത്തും എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അപ്പോഴാവും അവർ സേഫ് സോണിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു തീരുമാനം പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഫ്രസ്ട്രേഷൻ ആയിക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അവർ തമ്മിൽ നമ്മൾ പ്രശ്നം വരും. അപ്പൊ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഒന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ അതായത് ചെയ്യാവോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെയിൽസിന്റെ തന്നെ നമ്മൾ പറയുന്ന പോകുന്ന രീതിയിൽ നമുക്ക് പ്രോഫിറ്റബിൾ അല്ല, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പോയിരുന്ന രീതി അത് സേഫ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിൽ നാളെ പറയുകയാണ്, നമ്മളിപ്പോൾ നിങ്ങളുടെ സാലറി ഇനി ഞാൻ പ്രോഫിറ്റ് റേഷ്യോ ബേസ് ചെയ്തായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ സാലറി അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസെൻറ്റീവ് ഡബിൾ ആക്കണം, അല്ലെങ്കിൽ സാലറി ഇനി ഇത്ര പെർസെൻറ്റേജ് ടാർഗറ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു പ്രശ്നങ്ങൾ വരും. കാരണം അത് ഉം. നടക്കില്ല. കാരണം അങ്ങനെ അപ്പൊ അവർക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും ഇത് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ പോകാനോ അങ്ങനെയൊക്കെ ആയിട്ട്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഉള്ള ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. കാരണം അവരുടെ അടുത്ത് കറക്റ്റ് റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ലേ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഉം. അവർ കറക്റ്റായിട്ട് ആ സാലറി മാത്രം മതി കൊണ്ട് സേഫ് സോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഉം. എപ്പോഴെങ്കിലും നമുക്ക് ചെറിയൊരു തളർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സെയിൽസിൽ ഏതെങ്കിലും ഡൗൺ വരുന്ന സമയത്താണ് ഇവരുടെ കഴിവ് നമുക്ക് കാണേണ്ടത്. ഉം. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം പറയുമ്പോൾ അവർ ചിലപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉം. അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് ഓരോ മാറ്റം വരുത്തിയാലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ജോലിക്ക് എടുക്കുമ്പോ നമ്മൾ സാലറി പറഞ്ഞിട്ടാണ് എടുക്കുക. അത് എല്ലാവരും ഇപ്പൊ സത്യം പറഞ്ഞാൽ പല പല ആളുകളെ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാലറി എന്ന് പറയുന്ന സാധനത്തിൽ അപ്പുറം ഞാൻ എന്ത് പറയും, ഞാൻ പറയും നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സാലറി പ്രൊവൈഡ് ചെയ്യുക. കാരണം നമുക്ക് ഒരു ടാർഗറ്റിന് ഏകദേശം ഒരു 80% എങ്കിലും എത്തിയാൽ നിങ്ങൾക്ക് സാലറി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉം. നിങ്ങൾക്ക് ഇൻസെന്റീവ് ഞാൻ ഡബിൾ ആക്കാം. നിങ്ങൾക്ക് ഇൻസെന്റീവ് ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം നമുക്കതാണ്, കാരണം ഇന്നത്തെ മാർക്കറ്റിൽ അങ്ങനെയാണ്. ഇപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ വരവ് കുറവാന്ന് വെച്ചാൽ അങ്ങനെ വരുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം 100 ആൾ വരുമ്പോൾ 10 ആളെ കിട്ടുന്നുള്ളൂ അത്തരത്തില്. അപ്പൊ അങ്ങനെ ആക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വന്നു. കാരണം ഓരോരുത്തരും വരും, ചിലപ്പോൾ ഒരു മാസം വർക്ക് ചെയ്യും, അവര് വെറുതെ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു മാസം പേയ്മെന്റ് എങ്കിലും കൊടുക്കണം നമുക്ക്. ഉം. ആദ്യം ഞാൻ 3 മാസമായിരുന്നു, അത് പിന്നെ ഒരു മാസമാക്കി കുറയ്ക്കേണ്ടി വന്നു. കാരണം ഉം. അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇവരുടെ അവസ്ഥ എന്നാണ്. ഉം. അപ്പൊ നമ്മള് പല റൂൾസുകളും കറക്റ്റായിട്ട് വെക്കുമ്പോൾ ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾ പോലും ചിലപ്പോൾ പിന്നെ 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 വരില്ല, കോണ്ടാക്ട് ചെയ്യില്ല. കാരണം നമ്മൾ റൂൾ കറക്റ്റാണ്. ഉം. അതവർക്ക്, കാരണം മറ്റേ കമ്പനിയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളായിട്ടാവും ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ഉം. അവർക്ക് ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല.
ഉം. അതാണ് അവരായിട്ടൊരു ഇതായിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാത്ത സാലറി അങ്ങനെ ലെവലിൽ പോകുന്ന ആളുകളാണ്. പക്ഷെ വർക്ക് ചെയ്യാതെ കിട്ടുന്നില്ല ഒരു ചിന്ത വരുമ്പോഴേ ഓക്കെ. ഓക്കെ. അതാണ് പ്രശ്നം. ഇപ്പോ നമ്മൾ എത്ര എത്ര സാലറി എത്ര എത്ര ഐ മീൻ പൊറോട്ട ബേസിസിലാണോ? ഏതാ? സാലറിയും ഇൻസെന്റീവും പ്രോറാട്ട ബേസിസിലാണോ? എത്ര പെർസെന്റ്? ഒരു 10,000 രൂപ സാലറിയും 50,000 ഇൻസെന്റീവ് അങ്ങനെയല്ല. അങ്ങനെയാണോ? അപ്പൊ അത് ഈ ഓഫീസ് അങ്ങനെ സെയിൽസിൽ മാത്രമുള്ള ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഉം. ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. സെയിൽസിൽ സെയിൽസിൽ ഇൻസെന്റീവ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ചില ഡെയിലി കൊടുക്കുന്നുണ്ട്. ഡെയിലി നമുക്ക് എന്താ വെച്ചാൽ ക്യാഷ് ടാർഗറ്റ് വെക്കുന്നുണ്ട്. അതായത് ഈ നമ്മളിപ്പോ അധികം ക്രെഡിറ്റ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉം. പേയ്മെന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വാനിൽ നിന്ന് ഇപ്പോൾ 25,000 രൂപ നമ്മൾ കളക്ഷൻ ആയിട്ട് തന്നെ കൊണ്ടുവരാം. സെയിൽ അത്രയും നല്ല 25,000 രൂപ ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്ന് പറയാറുണ്ട്. അപ്പൊ 25,000 ആര് കൊണ്ടുവരുന്നു അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ 100 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം. അത് കൊണ്ടുവരാം. അന്ന് 20,000 ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ 100 രൂപ കൊണ്ടുവരും. ഇനി ഉം. അത് 100% അണ്ടർ 10 ആയി കഴിഞ്ഞാൽ അത് 125 ആവും. 100 അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ പോകാറുണ്ട്. ഉം. അപ്പോ അപ്പൊ അത് പല അത് അപ്ലൈ ആയിട്ടുണ്ട്, വർക്കൗട്ടും ആയിട്ടുണ്ട്. കാരണം അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം ചെറിയ എമൗണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് 25 ആക്കും ചിലപ്പോൾ. അതെ, അപ്പോൾ ആ ഒരു ലെവലിലായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. അത് ചില സമയങ്ങളിൽ നമ്മൾ ബിസിനസ് ഡൗൺ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ അവരെ സമയത്തോളം അത് നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവർക്കും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലിലേക്ക് പോവുകയാണ്. നമ്മൾ എത്ര പറഞ്ഞാലും എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താലും ചിലവരെ എങ്ങനെ മാറില്ല. അപ്പോൾ അപ്പോഴാണ് അയ്യോ എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്ത വരും. സ്വന്തമായിട്ട് ഒരു മാറ്റി എടുക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റില്ല ഇവർ അവർ അഡാപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ മറ്റ് ഈ ശമ്പളമായിട്ട് എത്രയാ കൊടുക്കുക? ശമ്പളം മാസം ശമ്പളം ഉണ്ടോ നിങ്ങൾക്ക് അതുണ്ട്. സെയിൽസില്? അതുണ്ട്. എത്രയുണ്ട്? ഫോർ എക്സാമ്പിൾ 15 രൂപയാണ് ശമ്പളം. സെയിൽസ്മാൻ അടിച്ചെങ്കിലാണ് നമ്മൾ ഇപ്പോൾ ഡെയിലി 25 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 100 രൂപ എക്സ്ട്രാ കൊടുക്കും. അല്ല, 15,000 ഫിക്സഡ് ആണോ? ഫിക്സഡ് ആണ്. ഓക്കെ. 15,000 ഫിക്സഡ് ആണ്, പ്ലസ് അതിന്റെ കൂടെ ഇൻസെന്റീവ് കൊടുക്കും, അങ്ങനെയല്ലേ? ഇൻസെന്റീവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്താലോ? അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു മാസം കൊണ്ടെല്ലാം നിറയെ പേര് വെറുതെ വന്നിട്ട് പോകുന്നുണ്ടെന്നല്ല പറയുന്നത്, അതെ അതെ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ, ആദ്യത്തെ 3 മാസത്തേക്ക് ഉം. ഓക്കെ ശമ്പളം വന്നിട്ട് 8,000 സംതിങ് ഉം. എക്സാമ്പിൾ. ഓക്കെ, നിങ്ങൾ ബ്രെയിൻ സ്ട്രോം ചെയ്യൂ, ഒരു ഐഡിയ ഇട്ട് തരാം. 8,000 വാട്ട് എവർ ഇറ്റ് ഈസ്. ഉം. ഓക്കെ. പക്ഷേ ഒരു ഇത്ര ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവർ ചെയ്തു കഴിഞ്ഞാൽ ഉം. ഓക്കെ ഓരോ ലക്ഷത്തിനും ഇവർക്ക് എത്ര 1,000 രൂപ ശമ്പളം ഇത് കിട്ടും എക്സ്ട്രാ. എക്സ്ട്രാ. അപ്പൊ അതായത് ചിലപ്പോ അവർ ശരിക്കും നന്നായി ചെയ്യുകയാണെങ്കിൽ സാലറി ആയിട്ട് കിട്ടുകയാണെങ്കിൽ 15,000 ആയിരിക്കാം. ഇവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് 20,000 രൂപ കിട്ടും. കിട്ടും. മനസ്സിലായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്ന വിഷയമല്ല, കാരണം നമുക്ക് അവിടെ സെയിൽസ് നല്ലോണം ടാർഗറ്റ് അച്ചീവ് ആവുന്നു. അച്ചീവ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പറഞ്ഞു വിടുന്ന പ്രശ്നവും വരുന്നില്ല. ഇല്ല ഇല്ല. മനസ്സിലായി? എന്നുവെച്ചാൽ നമ്മൾ ഒരു മാസം കൊണ്ട് സത്യം പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ. അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? അവൻ അത്രയും നല്ല രീതിയിൽ സ്ക്രൂട്ടനൈസ് ചെയ്ത് അല്ല അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള എടുക്കണം. അതൊക്കെ കല്യാൺജി പറയുന്ന പോലെ തന്നെ ഞാൻ ഇപ്പൊ ഈ ലെവലിലല്ല. അപ്പൊ നമ്മളിപ്പോ ചിലർ എനിക്ക് അവിടെ എത്ര രൂപ കിട്ടിയിരുന്നു, 20,000 രൂപ സാലറി കിട്ടിയിരുന്നു. ഓക്കെ, 20,000 ഞാൻ പറയും ഓക്കെ 20,000 എന്നുള്ളത് നമുക്ക് ചെയ്യാം. അത് 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടാനുള്ള ആഗ്രഹത്തിലാവും ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഉം. 3 മാസം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 20,000 തന്നെ ചിലപ്പോൾ നിങ്ങൾ ടാർഗറ്റ് നമുക്കിപ്പോൾ ഒരു 7 lakh ആണ് നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്കൊരു ആദ്യത്തെ മാസം നിങ്ങളിപ്പോൾ ഒരു 60% എടുത്തെത്തി കഴിഞ്ഞാൽ ടാർഗറ്റിന് നമുക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ അടുത്ത മാസം 3 മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ കൂടും ചെയ്യും. പക്ഷെ നമുക്ക് പെർസെൻറ്റേജിൻ്റെ ഇത് അളവ് കൂടും. 100% എത്തിക്കഴിഞ്ഞാൽ ഞാൻ 3,000 നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് തരുന്നത് 100% എത്തിക്കഴിഞ്ഞാൽ 6,000 തരാമെന്നാണ്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ 2 ആൾക്കാരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തത്. ഉം. അപ്പൊ അവര് സാലറി എന്ന് പറയുന്ന സാധനം എപ്പോഴും അപ്പൊ അവര് സാലറി കിട്ടില്ലേ എന്നുള്ള ചിന്തയിൽ വന്നു. കാരണം ഉം. പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ലല്ലോ. ഉം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ തിരിച്ചു വിളിക്കുമ്പോൾ അവർ എടുക്കുന്നില്ല. കാരണം അവർക്ക് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ അവർ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല. ഈ ഉം. സാലറി കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും, അതിന് മേലേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. അവർക്ക് സേഫ് സോൺ ആണ്. അവർക്ക് ആ ഒരു അങ്ങനെയാണ് ഇപ്പോഴത്തെ കുറെ പിള്ളേർ നിൽക്കുന്നതേ. ഓക്കെ. ഓക്കെ. അതെ, അവർക്ക് സേഫ്, അവർക്ക് ജസ്റ്റ് അന്നേക്കുള്ള പൈസ കിട്ടിയാൽ മതി. യെസ് യെസ്. ഹാപ്പി ആയിട്ട് they want to enjoy പിന്നെ life. ചില Yes. ആൾക്കാർ ഒക്കെ ഒക്കെ പുറത്തേക്ക് പോകാനും ഗൾഫിലേക്ക് പോകാനും ഒരു ടെമ്പററി ആയിട്ട് വരാൻ വേണ്ടി കുറെ ടീമുകളുണ്ട്. നമ്മള് ഉം. മാക്സിമം സ്കൂട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്തിരുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ഭാവി പ്ലാൻ എന്താണ്, നിങ്ങൾ എത്ര കാലം വർക്ക് ഇതൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 മാസം വെച്ച് കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെ പറയും, വിളിക്കാൻ തന്നെ പറയും. കാരണം 6 മാസം വർക്ക് ചെയ്ത് അവനെ പഠിപ്പിച്ച് കളിപ്പിക്കും, അവൻ പോകും.
പിന്നെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പഠിപ്പിച്ചുണ്ടാക്കിയപ്പോഴേക്കും അവൻ പിന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശം അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ജോലി. അങ്ങനത്തെ പോലെ നമ്മൾ നിർത്തിയിട്ടില്ല, അപ്പോഴും നമ്മൾ വിടാറുണ്ട്. നമ്മുടെ ഓക്കെ കൂടെ കാലാകാലം നിൽക്കണം എന്നുള്ള ലെവലിൽ തന്നെയാണ് നമ്മൾ പിടിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ, അതിന്റെ കൂടുതൽ നമ്മൾ അടുത്ത ഇതെല്ലാം വരുന്നുണ്ട്. KPI ആയിട്ട്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലസ് കരിയർ ഗ്രോത്ത് ലാഡർ. നിങ്ങൾ യെസ് IT യിൽ ഓൾറെഡി ട്രൈ ചെയ്തായിരിക്കും. അതിന്റെ യെസ് വേറൊരു ആ വെർഷൻ അറിയാം ആണത്. അറിയാം. ഓക്കെ, അപ്പൊ ആ കരിയർ ഗ്രോത്ത് ലാഡർ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൈസയെക്കാളും താല്പര്യം ചിലപ്പോൾ വിദേശ ടൂറായിരിക്കും. യെസ് 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 മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എനിക്കൊരു വണ്ടിയായിരിക്കും. യെസ് യെസ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ അതില് ഡ്രോപ്പ് ഡൗൺ മെനു ആണ് പറയുന്നത്. ഉം, ഉം, ഉം. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ലൈഫ് എന്റെ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ വൈഫും. ഓക്കെ, ഞാൻ മാർക്കറ്റിംഗിന് ഹെഡ് ആയിരുന്നു, വൈഫ് പർച്ചേസിന്റെ ഹെഡ് ആയിരുന്നു, ഒരേ കമ്പനിയിൽ. ഓക്കെ, ഓക്കെ ഐ മീൻ വി ഫെൽ ഇൻ ലവ്. ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് വളരെ വലിയ കമ്പനിയാണ്. ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞങ്ങളുടെ മാരേജ് നടത്തി തന്നത്. ഓ അത് ശരി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനവും അവർ കമ്പനി നിന്നാണ് തന്നത്. ബിക്കോസ് ഓഫ് വീട്ടിൽ ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് കമ്പനി നിന്നാണ് തന്നത്. ഓക്കെ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ് ഈസ്, ഐ മീൻ ഇവൻ ദോ എന്താ പറയാ, വി ഹാവ് ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. നമ്മൾ ഒരിക്കലും ആ കമ്പനിയെ വിട്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ആലോചിച്ചില്ല. ഉം, ഉം. ബിക്കോസ് വി ഹാവ് സം ഗ്രാറ്റിറ്റ്യൂഡ്. യെസ്. ബിക്കോസ് നമുക്ക് ആ സമയത്ത് ഏത് സമയത്ത് എന്താണോ വേണ്ടത് അത് അവർ ചെയ്തു തന്നു. ഉം. മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലായി. അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ വേറൊരു അഡ്വാൻറ്റേജും കൂടി, ഇതെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാവുന്ന, അതായത് അവരെല്ലാം ടൂൾ മേക്കേഴ്സ് എന്ന് പറയും. ഇഞ്ചക്ഷൻ മോൾഡിംഗ് പ്രഷർ ടേക്കേഴ്സും ടൂൾ മേക്കേഴ്സ് എന്ന് പറയും. ഉം, ടൂൾ മേക്കേഴ്സിന് ഓൾ ഓവർ ദ വേൾഡ് ഭയങ്കര ഡിമാൻഡാണ്. ഉം, എസ്പെഷ്യലി ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, സിംഗപ്പൂരിലെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. ഉം, അപ്പോ ഈ ഗ്രൂപ്പിന് തന്നെ ഒരു ട്രാവൽ സർവീസസ് ഉണ്ട്. ഉം, ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ഉം. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ ട്രാവൽ സർവീസ് തന്നെ എടുത്തോ. ഓക്കെ, ഓക്കെ. സാധാരണ പാസ്പോർട്ട് എടുക്കാൻ ഇത്ര രൂപയാണെങ്കിൽ ത്രൂ ഉം. നമ്മുടെ ട്രാവൽ സർവീസ് നമ്മുടെ എംപ്ലോയീസ് എടുക്കുകയാണെങ്കിൽ ഇത്ര രൂപ കൊടുത്താൽ മതി. ഓക്കെ. ഓക്കെ, മനസ്സിലായി. അതേപോലെ നിങ്ങൾ നാളെ യു ആർ ഗെറ്റിംഗ് ലീവ്, യു ആർ ഗോയിങ് സംവർ. അപ്പൊ പോകുന്ന സമയത്ത് അതിന് ഇത് വരാണെങ്കിൽ അതിന് നമ്മൾ തന്നെ എടുത്തോ. സാധാരണ എല്ലാ ട്രാവൽ സർവീസിലും നമ്മൾ പുറത്തേക്കാണെങ്കിൽ സർവീസ് ചാർജ് ഇത്ര ആണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ചാർജ് ഇത്രയും നമ്മൾ എടുക്കുള്ളൂ. ഉം, ഉം. ഓക്കെ. ഓക്കെ, അപ്പൊ രണ്ട് അഡ്വാൻറ്റേജ് ആണുള്ളത്. യെസ് ഒന്ന്, യെസ്. ഇവൻ പാസ്പോർട്ട് എടുത്താൽ തന്നെ നമ്മൾ അലേർട്ടായി. എന്ത്, ഇവൻ അതെ. പോവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി മനസ്സിലായി, എന്നുള്ളത്. പിന്നെ മനസ്സിലായി. രണ്ടാമത്തത്, ഇവരിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിൽ നല്ലൊരു ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇത്ര നല്ലൊരു കമ്പനി നമുക്ക് വേണ്ടി ഇത്രയും ഇതെല്ലാം ചെയ്തു തന്നു. ഇവൻ നാളെ വളർന്നിട്ട് അതിന് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അവിടെ പോയി അവിടെ ഹി ഹാസ് ബിക്കം ജനറൽ മാനേജർ ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. അങ്ങനെ കുറെ അനുഭവമുണ്ട് ഈ ജനറൽ മാനേജർ ഓർഗനൈസേഷൻ. ആൻഡ് ഈ ബിക്കം എ ഡിസിഷൻ മേക്കർ ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. He started placing orders from Australia or Singapore or Canada directly on our company. ഓക്കെ. മനസ്സിലായി. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ആ. അതേപോലെ ഇഫ് യു ക്യാൻ ഈ ഇവരെ വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഇവർ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ അവരെ വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് വി ക്യാൻ പ്രൊവൈഡ് ടു ദം. ഓക്കെ, വാട്ട് ഈസ് ദ റോഡ് മാപ്പ്. ഫോർ എക്സാമ്പിൾ, മണി പറയണം എന്റെ കൂടെ നീ ഇപ്പൊ കല്യാണം, ഐ എം എ ഫ്രഷർ. ഓക്കെ, ഐ എം കമ്മിങ് ദർ ഫോർ ജോബ്. ഓക്കെ, മണിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആള് ഫ്രഷറാണ്, ഒന്ന് മോൾഡ് ചെയ്തെടുത്താൽ ഇയാൾ നന്നായിട്ട് പണിയെടുക്കും. അപ്പോ മണി എന്നോട് പറഞ്ഞു ശമ്പളം ഇതെല്ലാം ഓക്കെയാണ്, പക്ഷേ ഞാൻ ഇതാണ് എന്റെ 5 കൊല്ലത്തേക്ക് എന്റെ സ്ഥാപനത്തിന്റെ പ്ലാൻ ഇതാണ്. ഉം. ഓക്കെ, 5 കൊല്ലത്തേക്ക് ഇതാണ് പ്ലാൻ. ഈ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലെവൽ നമ്മൾ KPI ഉണ്ട്, ക്യാരക്ടർ ഗ്രോത്ത് ലാഡർ ഉണ്ട്, ഈ രീതിയിൽ നീ അച്ചീവ് ചെയ്ത് നീ പോവുകയാണെങ്കിൽ ബൈ 5th ഇയർ യു വിൽ ബിക്കം ഡയറക്ടർ. എക്സാമ്പിൾ ആണ് പറഞ്ഞത്, അവർ GM വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അതിന് പക്ഷെ പൊസിഷൻ മാത്രമല്ല, അതിന് ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ള അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. മനസ്സിലായി, മനസ്സിലായി. മനസ്സിലായില്ലേ? ഞാൻ നന്നായി ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്നതിന് മണിക്ക് താല്പര്യക്കുറവുണ്ടോ? മനസ്സിലായി, മനസ്സിലായി. ഇല്ലല്ലോ, ആ. അല്ലെ? സോ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം വരും. ഉം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ റഹീംക്ക എന്ന് പറയും, പെരുമ്പാവൂർ. അത് എന്റെ ക്ലയന്റും ആണ്, അത് കൂടെ എന്റെ ഉറ്റ സുഹൃത്തും കൂടിയാണ്. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കൾച്ചർ, അതായത് ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ, പുതിയതായിട്ട് ഒരാൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ആ ആൾ ഒരാഴ്ചക്കുള്ളിൽ ജോലിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കാണ്. ഓ. ഉം. അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇയാൾ കംഫർട്ടബിൾ ആക്കിയിട്ട് വെക്കുക എന്നുള്ളത്.
ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? അവർ പോയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ എന്തിൽ വരും? ഇവരുടെ KPI വരും. ഓ, മനസ്സിലായില്ലേ? എന്താ കാരണം വെച്ചാൽ ഇപ്പൊ സാധാരണ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒട്ടുമിക്ക സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോ വളർന്നു വരുമ്പോൾ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിൽ നമ്മുടെ കൂടെ ആരെയും പുതിയതായിട്ട് ഒരുത്തം വരുമ്പോൾ അവനെ നമ്മൾ എങ്ങനെയെങ്കിലും പോച്ച് പുറത്തിയാടിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ അവനെ നമ്മൾ ഇതാക്കാൻ നോക്കും. ട്രൈ ചെയ്യാം, എല്ലായിടത്തും അങ്ങനെ തന്നെ. അല്ലെ? അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഒന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ഒന്ന് മണി തിങ്ക് ചെയ്തിട്ട് ഒന്ന് ഇവരുടെ അതിനാണ് പറയും, ഇവരുടെ കൂടെ വാൻ സെയിൽസിൽ ഇവരുടെ കൂടെ പോകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ സംസാരിക്കാൻ പറ്റും. കറക്റ്റാ കറക്റ്റാ, മനസ്സിലായി. മനസ്സിലായില്ല? വളരെ കാഷ്വലായി സംസാരിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്നും എന്താ പറയാ, അവരുടെ പെയിൻ പോയിന്റ് എന്താണെന്നുള്ള അവർ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉം, ഉം. അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു സർപ്രൈസ് എന്നുള്ള നിലയ്ക്ക് അവർ തന്നെ അറിയാതെ ഒരു പെട്ടെന്ന് ഒരു സ്വന്തം ഈ സംഭവം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാണ്, ഇതാ പിടിച്ചോ എന്ന് പറയുമ്പോ അവൻ എത്ര തന്നെ ഇതായാലും ഒന്നാടിപ്പോവില്ലേ? തീർച്ചയായും. അല്ലെ? പിന്നെ അത് മതി അവന്റെ മനസ്സിൽ കുറച്ചു കാലത്തേക്ക് നിൽക്കാൻ, ഉം. നമ്മൾ ഈ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ രീതി അതെല്ലാം പക്ഷെ നാച്ചുറാലിറ്റി ആണ് വേണേ. അത് അവനെ എന്താ പറയാ, അവന് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് അവനെ നമ്മളുടെ സ്ഥാപനത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് അവന്റെ മനസ്സിനും ഇത് സ്ഥാപനം അവന്റെ തന്നെയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. മനസ്സിലല്ലേ? എന്നിട്ട് നമ്മൾ ഓരോ മാസവും പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്താ സംഭവിക്കുക, ബാക്കിയുള്ളവർക്കും കൂടെ അത് വലിയ പ്രശ്നമാവും. ദേ വിൽ തിങ്ക് ദാറ്റ് ദിസ് ഓണർ ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ. മനസ്സിലായി. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതിന് പകരം എടുക്കുമ്പോൾ ഈ രീതിയിൽ പറഞ്ഞെടുക്കുക. അപ്പൊ അവർ അറ്റ്ലീസ്റ്റ് ഒരു വേറെ വഴിയില്ലെങ്കിൽ പറഞ്ഞ, പക്ഷെ അതിന് മുമ്പ് അവരെ കൊണ്ട് മാക്സിമം ഡെലിവറബിൾസ് എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റാന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഓക്കെ, ഇതിന്റെ കൂടെ നിങ്ങൾ വാൻസൈൽ ചെല്ലുമ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് ഒരു പടിയും കൂടെ കടന്നിട്ട് അവരുടെ വീട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ, അതായത് അവരുടെ ഫാമിലിയുമായിട്ട് കൂടെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, അതൊരു വലിയൊരു എന്തായിരിക്കും മാറ്റമായിരിക്കും. മനസ്സിലായി മനസ്സിലായി. അല്ലല്ല, അപ്പൊ ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ, ഉം. അതിന്റെ കൂടെ തന്നെ വരുന്ന വരുന്ന ദിവസങ്ങളിലെല്ലാം വരുന്ന വീക്ക്ലി മീറ്റിംഗിലും എല്ലാം തന്നെ നമ്മളുടെ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പക്ഷേ ഓക്കെ. ഈ ഞാൻ പറഞ്ഞ കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാര്യത്തിൽ തീർച്ചയായിട്ടും മണി ഈ 1 lakh മാറ്റുക എന്നുള്ളതും 10% ഓക്കെ. ഇതിലാക്കുക എന്നുള്ളതും അത് നിർബന്ധമായിട്ടും നടപ്പിലാക്കുക. ഗ്രോത്ത് ഈസ് ഓക്കെ, ബട്ട് നോട്ട് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ലൂസിങ് യുവർ ദിസ് തിങ്. ഓക്കെ, വേറെ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടെങ്കിലും ആ ഇൻവെസ്റ്റേഴ്സിനോട് വളരെ ക്ലിയർ ആയിട്ട് പറയുക, ഇതാണ് ഞാനായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക, യു വിൽ ബി ഓൺലി. അതെ, പക്ഷെ നാളെ അവര് കയറി കളിക്കാൻ തുടങ്ങും, ഇല്ല അറിയാലോ. ഇല്ല. അല്ല, വ്യക്തമായ എഗ്രിമെന്റും കാര്യമൊക്കെ എഴുതിയാ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യാം. ഓക്കെ, ദെൻ ഡെഫിനറ്റ്ലി when the time goes, definitely you'll be having a very big impact. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ. ഓക്കെ, ഓക്കെ. ഇനി മണിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, എനിക്കൊന്നുമില്ല. ഞാൻ ഇതേപോലെ തന്നെ വേറെ ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന പോലെ തന്നെ ചിലരുടെ രണ്ട് മൂന്ന് ടീംസ് നമ്മളിന്ന് നമുക്ക് ഈ കമ്പനിയിൽ ഷെയർ എടുക്കാനുള്ള പ്ലാൻ. അപ്പൊ നമ്മളിപ്പോ ഒരു പാർട്ണർഷിപ്പ് ഡീലിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇതിന്റെ ഒരു ഷെയർ വാല്യൂ, നമ്മളിപ്പോ ഇതിന്റെ വാല്യൂ കണക്കാക്കുമ്പോഴുള്ള ഒരു ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ വാല്യുവേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രോഫിറ്റിലേക്ക് വരണം, വരണം. മനസ്സിലായി മനസ്സിലായി. അപ്പോഴാണ് നല്ലത്. ഓക്കെ, അത് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫോർകാസ്റ്റ് കൊടുക്കാൻ പറ്റണം. ഏത് നമ്മൾ അതിനു വേണ്ടി അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ 1 കോടി ചെയ്യുന്നുണ്ട്, ഈ വർഷം 2 കോടി ചെയ്യുന്നതാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് 2 കോടി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫോർകാസ്റ്റ് കൊടുക്കാൻ പറ്റും. പറ്റും. 2023-24 ഞാൻ 1 കോടി ചെയ്തു, 24-25 ഞാൻ 2 കോടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മാർച്ചിലാണ് ഫോർകാസ്റ്റ് കൊടുക്കുന്നത് വെച്ചോളൂ. ആ. 2025 മാർച്ചിൽ വന്നിട്ട് ഇവർ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം 2030 ആകുമ്പോഴത്തേക്ക് ഐ വിൽ ബി ബിക്കമിങ് 30 crore കമ്പനി, Yes. ബിക്കോസ് ദ ഡാറ്റ ഈസ് ദർ ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ്. മനസ്സിലായി. അങ്ങനെ അങ്ങനെ അപ്പൊ ആ സമയത്ത് യു ക്യാൻ ഗീവ് എ 10% സ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും. മനസ്സിലായി മനസ്സിലായി മനസ്സിലായില്ല? ആ 10% സ്റ്റേക്ക് ഒരു 1 കോടി രൂപ കൊണ്ടുവരുന്ന രീതിയിലോ ആ പെർസെന്റേജ്. ഓക്കെ, മനസ്സിലായി. ആ സമയത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ഇത് സ്റ്റെബിലൈസ് ചെയ്തെടുക്കാനും ആ സെയിൽസ് ഒന്നുകൂടി ഒന്ന് ഇതാക്കാനും. ഈ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ബ്രാൻഡ് ബിൽഡിംഗ് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ നമ്മളിപ്പോ ഓരോ ടൗണിലൊക്കെ ഓരോ ഇവന്റുകൾ, ഇപ്പൊ ഞങ്ങള് വ്യാപാരോത്സവം ഉണ്ടായിരുന്നു, കേരള വ്യാപാര സമിതി ഒരു വ്യാപാരോത്സവം ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ മെയിൻ സ്പോൺസറായിട്ട് നമ്മളാണ് ചെയ്തത്. അപ്പൊ അത്യാവശ്യം അത് 1 വർഷം നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഒരു എമൗണ്ട് നമ്മൾ ചെയ്ത് മെയിൻ സ്പോൺസറായിട്ട് നമ്മൾ നിന്നു. അപ്പൊ തന്നെ നമുക്ക് ടൗണിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബ്രാൻഡ് അത്യാവശ്യം കയറി. ആ ഒരു സാധനം സ്പോൺസർ ചെയ്ത് നമ്മളൊരു അനൗൺസ് ചെയ്ത് തന്നെ ഫുള്ളി എമൗണ്ട് നമ്മളില്ല, പാർഷ്യലി നമുക്ക് എമൗണ്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ ബ്രാൻഡ് അവയർനെസ്സിന് നമ്മൾ ഭാഗത്തും വലിയ വലിയ പരിപാടികളൊക്കെ വെച്ചാൽ ചില ലെവലിലൊക്കെ നമ്മൾ അവിടെ നമ്മൾ അവൈലബിലിറ്റി കൊണ്ടുവരാറുണ്ട്.
പിന്നെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ആക്ച്വലി എല്ലാ ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ നമ്മളെ എല്ലാ സാധനങ്ങളും എല്ലാ പോസ്റ്റുകളും ഇടാറുണ്ട്. അപ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫോട്ടോ എടുത്ത് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ തരത്തിലുള്ള ടൈം ഉണ്ടാകാറുണ്ട്. ഓക്കെ. നമ്മുടെ എന്തൊക്കെ പ്രോഡക്ട്സാ ഉള്ളത്? ഏതാ എന്തൊക്കെ പ്രോഡക്ട്സാ ഉള്ളത്? നമുക്ക് നമുക്ക് ഇഡ്ഡലി ദോശ ബാറ്റർ ഉണ്ട്, റൈസ് പൗഡർ, സ്റ്റീംഡ് പുട്ടുപൊടി, സ്റ്റീംഡ് വീറ്റ് പുട്ടുപൊടി, സ്പൈസസ്, കോക്കനട്ട് ഓയിൽ, പിന്നെ അവല്, റവ, പിന്നെ അങ്ങനെ ബേസ് ഫ്ലോർ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. 10-15 ഐറ്റംസുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മണിക്ക് പറ്റുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ചെറിയ ഐഡിയ തോട്ട് ഇടുകയാണ്. പറ്റുകയാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു എന്താ പറയാ ഈ പാവപ്പെട്ട ഒരു വീടുണ്ടാവില്ലേ, ആ ആ ആ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് വീഡിയോ ഞാന് എടുക്കും. ആഴ്ചയില് എന്റെ ആ ആഴ്ചയില് ഞാൻ ഒരു ഓർഫനേജ് ഉണ്ട്. നമുക്ക് പോകുന്ന റൂട്ടിൽ ഒരു ഓർഫനേജ് ഉണ്ട്. അപ്പൊ ഓക്കെ. അവിടെ ഏകദേശം ഒരു 10-26 പിള്ളേരുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും അവിടെ പോകുമ്പോൾ ആ ആഴ്ചക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വകയാണ്, എല്ലാ സാധനം കൊടുക്കും. ഓക്കെ ആഴ്ച കഴിയാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഓക്കെ. ഏകദേശം കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഏതായിരുന്നു അവിടെ, ഏതായിരുന്നു അതിന്റെ പേരെന്തായിരുന്നു? അത് നമ്മളെ ചാലിശ്ശേരി പെരിങ്ങോട് എന്ന് പറയും, കറുകപ്പുത്തൂര്. ഓക്കെ ഒരു ഓക്കെ. ഒരു RSSന്റെ അവര് നടത്തുന്ന ടീമാണ്. അപ്പൊ അവിടെ നമ്മള് എന്റെ അമ്മ മരണപ്പെട്ടപ്പോ ഞാൻ ആ സമയത്ത് അവിടെ കൊടുത്തിരുന്നു, ഫുഡ് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഞങ്ങൾ റൂട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ സംഭവം വെച്ചു, ഞങ്ങൾ ആഴ്ചയിൽ ഞങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അത് നമ്മൾ ബില്ല് എഴുതി ഇവിടെ വെക്കാറുണ്ട്, ചാരിറ്റി ആയിട്ട് നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോ അത് നമ്മൾ ആഴ്ചയിൽ കാണിക്കും. ഇപ്പൊ കഴിഞ്ഞ മാസം അതിന്റെ ഒരു വാർഷികം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എന്നെ അവർ വിളിച്ചിരുന്നു, എന്നെ അവര് ഒരു അനുമോദിക്കുകയൊക്കെ ചെയ്തു. കാരണം ഞാൻ ഇത്രയും കാര്യം ഫുഡൊക്കെ കൊടുത്തുകൊണ്ട് അത് വലിയ പരിപാടിയായിരുന്നു അത്. അപ്പൊ അതില് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഫ്രീ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം ഞാനാണ് അവിടെ രാവിലെ എല്ലാവരും കഴിക്കുന്നത്. അതിൽ 26 പിള്ളേരാണ് മൊത്തം പഠിക്കുന്ന ഓക്കെ പിള്ളേർ. ഓക്കെ. ചാലിശ്ശേരി ടൗണിൽ തന്നെയാണ്? എവിടെ? ചാലിശ്ശേരി ടൗണിൽ തന്നെയാണോ? ചാലിശ്ശേരിയിൽ നിന്ന് കറുകപ്പുത്തൂർ എന്ന് പറയും. ഓക്കെ, കറുപത്തൂര്. ഓക്കെ ഓക്കെ ഫൈൻ. അവിടെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അത് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് അത് അതായത് ഒരു സോഷ്യൽ മീഡിയ പ്രസൻസിൽ വരുന്ന പോലെ കഴിയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലത്ത്, ഓക്കെ, ഉം. ഒരു വീട്ടിലേക്ക് പോവാ. ഓക്കെ, വീട്ടിൽ ഉം. പോയിട്ട് അത് നിങ്ങളുടെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഓക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്ന പോലെ, ഉം. ഉം. മനസ്സിലായില്ല? പക്ഷെ അത് എന്ത് വേണം, ഒരു വളരെ കാഷ്വലായിട്ട് വേറെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളായിരിക്കും. വേറെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, മനസ്സിലായി. അത് ഇത് ചെയ്യുന്ന പോലെ ആസ് ഇഫ് ദേ ഹാവ് സീൻ ഇറ്റ്, ആ രീതിയിൽ അത് വളരെ മനസ്സിലായി പറ്റുമെങ്കിൽ മനസ്സിലായി. ഓക്കെ, ആ രീതിയിലും കുറച്ച് സോഷ്യൽ പ്രസൻസ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് വാല്യൂ നല്ല രീതിയിലേക്ക് കൂട്ടാൻ പറ്റും. കൂട്ടെ, എനിക്കറിയാം. ഞാൻ ആലോചിക്കാറ്, ചാരിറ്റി എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ആണ്. പക്ഷെ നമ്മളിലൂടെ ചെയ്യാതെ അത് പല ആൾക്കാർ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ലെവലിലായിരിക്കണം അതിന്റെ അതെ അതെ അതെ. അപ്പൊ ചെയ്യുമ്പോൾ. അതും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യും. ഓക്കെ, ചെയ്യണം. ഫ്യൂച്ചറിൽ വിൽ സം തിങ്സ് ഇൻ ദ വീക്ക്ലി മീറ്റിംഗ്സ് ഓൾസോ. ഷുവർ ഷുവർ ഷുവർ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ മണി? വേറെ ഒന്നുമില്ല. നമുക്ക് ഇനി എന്തായാലും മീറ്റ് ചെയ്യാൻ ആവശ്യം, നമുക്ക് ഒരുപാട് ഓക്കെ, അപ്പോ കാര്യങ്ങൾ. വെള്ളിയാഴ്ച രാത്രി ഇത് വീക്ക്ലി മീറ്റിംഗ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ. സോ ഇത് യൂസ്ഫുൾ ആയിരുന്നോ? തീർച്ചയായും തീർച്ചയായും യൂസ്ഫുൾ ആയിരുന്നു. യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ എനിക്ക് മണിയുടെ അടുത്ത് നിന്ന് എന്ത് വേണം, ഒരു വീഡിയോ വേണം. ഓക്കെ, തീർച്ചയായും ചെയ്യാം ചെയ്യാം. വീഡിയോയിലൂടെ എന്താണ് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് എന്താ ഏതാണ് പോയിന്റ് മണിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്, തീർച്ചയായും തീർച്ചയായും. ഓക്കെ, എന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് മണിയുടെ അടുത്ത് വീഡിയോ ആയിട്ട് വേണം. ഓക്കെ, ഞാനായിരിക്കും. അപ്പൊ വീഡിയോ തീർച്ചയായും. കിട്ടിയാൽ അതിന്റെ അർത്ഥം യൂസ്ഫുൾ ആയി എന്നർത്ഥം, കിട്ടിയില്ലെങ്കിൽ യൂസ്ഫുൾ ആയില്ല എന്നർത്ഥം. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഞാൻ അപ്പൊ കാര്യം. ഈ ഒരു സിസ്റ്റം ആക്ച്വലി മണിയുടെ ഇതിലും കൊണ്ടുവരണം. തീർച്ചയായും. മനസ്സിലായില്ലേ? ഇൻക്ലൂഡിങ് ഫ്രം യുവർ എംപ്ലോയീസ്. നല്ല എംപ്ലോയീസ് ഹാപ്പി ആണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു എന്തെങ്കിലും ഗെറ്റ് ടുഗദർ പോലെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മളിപ്പോ കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ നടത്തി, ഇനിയിപ്പോ ഒരു ഗെറ്റ് ടുഗദർ ചെയ്യണമെന്നൊക്കെ ഉണ്ട് പ്ലാൻ. അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ ആ ഗെറ്റ് ടുഗദർ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്തുനിന്ന് ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്തായാലും വാങ്ങിക്കണം. ഉം, ഉം, അപ്പൊ ഉം. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ആ ഫീഡ്ബാക്ക് തരുന്നുണ്ടല്ലോ, നമ്മളത് നമ്മുടെ സോഷ്യൽ പ്രൊഫൈലിൽ ഇടുമ്പോൾ കുറെ പേര് അത് കണ്ടിട്ട് തന്നെ ജോലിക്ക് വരും. ജോലിക്ക് റൈറ്റ് റൈറ്റ് അപ്പൊ അറിയാം. നമുക്ക് നല്ല ജീവനക്കാരെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആ. അതേപോലെ തന്നെ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഓക്കെ ഫീഡ്ബാക്ക്. പറ്റുകയാണെങ്കിൽ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, മണി ഈ ഫീൽഡിൽ പോകുമ്പോൾ ആളുകൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ തീർച്ചയായിട്ടും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും വലിയ മാർക്കറ്റിംഗ് വേറൊന്നുമില്ല. ഓക്കെ, ഈ ടെസ്റ്റിമോണിയൽസ്. അപ്പൊ അതിന് അതെ. സെൻജ എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്, സെഞ്ചർ. SENJA, ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ട്. ഓക്കെ. സോറി, യെസ്, സെൻജ. ഓക്കെ,
ഇതിൽ നിങ്ങൾക്ക് എന്താ ജസ്റ്റ് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മൊബൈലിൽ നിന്ന് തന്നെ ക്യാമറ ഓൺ ആവും. ഓ ഓ ഓക്കെ 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 ഓക്കെ. ചിലപ്പോ ചിലർ ആലോചിക്കുന്നു ക്യാമറ ഓൺ ആക്കണോ ഇത് ഓൺ ആയിട്ട് അവർ കൊണ്ട് പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് മാക്സിമം അത് സോഫ്റ്റ്വെയർ എടുത്ത് ആൻഡ്രോയിഡ് SENJ അല്ലേ? CNJA ഞാൻ ചാറ്റിലിട്ടുണ്ട്. ഓക്കെ. CNJA ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ആപ്പ് അല്ലേ? ആൻഡ്രോയിഡ് ഉണ്ട്, ഇതുണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ ആൻഡ്രോയിഡ് ഉണ്ട്, iOS ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് അതൊന്ന് യൂസ് ചെയ്തിട്ട് സ്റ്റാഫുകളുടെ അടുത്തും അതേപോലെ തന്നെ കസ്റ്റമറുടെ അടുത്തും കുറച്ച് നല്ല ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഒന്ന് വാങ്ങിക്കാം. ആ ഫീഡ്ബാക്ക് ഈ പറഞ്ഞു തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയണം. അപ്പൊ ആ രീതിയിൽ അവർ പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. താങ്ക് യു ഫോർ ടൈം മണി. അത് ഉച്ചയ്ക്ക് എനിക്ക് പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഒന്ന് മറക്കാതെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് അയച്ചു തരൂ. ഓക്കെ, ഐ വിൽ ബി വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. വി വിൽ ഡ്രോപ്പ്. താങ്ക് യു. വീണ്ടും റെക്കോർഡിംഗ് അയച്ചു തരാം. ഓക്കെ, ഒന്ന് കേട്ടോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ.